അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിനാ മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ബഹുമാനമുള്ള ഉസ്താദുമാർ, സ്നേഹധന്യരായ സഹോദരന്മാരെ, SGVയുടെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും നല്ല ഒരു സന്തോഷ ദിവസമാണെന്ന്. നേരത്തെ ഖുലാസ ദർസിനെ കുറിച്ചുള്ള പ്രിയപ്പെട്ട കൂട്ടുകാരുടെ അഭിപ്രായ പ്രകടനങ്ങൾ സജീവമായി നടന്നു. ഇനിയും അതിനുവേണ്ടി സമയത്തിന്റെ ലഭ്യതക്കനുസരിച്ച് ഉപയോഗപ്പെടുത്തുന്നതിൽ കുഴപ്പമൊന്നുമില്ല. കാരണം മഹത്തായ ഒരു സംരംഭം നടന്ന് അത് കുറെ ആളുകൾക്ക് ഉപകാരപ്പെട്ടു എന്നറിയുമ്പോൾ സ്വാഭാവികമായും അതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ആളുകൾക്ക് ഡയറക്റ്റായി ക്ലാസ് എടുത്ത അബൂഷാക്കിർ ഉസ്താദിനും ഇൻഡയറക്റ്റായി അങ്ങനെ ഒരു സംവിധാനം ഒരുക്കുന്നതിന് അധ്വാനിക്കുന്ന SGVയുടെ അഡ്മിന്മാർക്കും അതേപോലെ തന്നെ മറ്റു സഹകാരികൾക്കും അതിന്റെ നന്മക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവർക്കുമൊക്കെ ഒരു നന്മക്ക് സഹായകമായി എന്നതിന്റെ പേരിൽ ലഭ്യമാകാൻ സാധ്യതയുള്ള പ്രതിഫലം, ആ പ്രതിഫലം പ്രതീക്ഷിച്ചുകൊണ്ട് തന്നെയാണ് എല്ലാവരും ഈ റൂമിന്റെ പ്രവർത്തനത്തിൽ. ഒരാളും 5 കാശിന്റെ ഭൗതികമായ പ്രതിഫലം പറ്റിയല്ല ക്ലാസ് എടുത്ത ഉസ്താദോ അല്ലെങ്കിൽ അതിൽ സംബന്ധിച്ച പഠിതാക്കളോ അല്ലെങ്കിൽ ഈ ഇങ്ങനെ ഒരു ക്ലാസ് റൂം സജീവമാക്കി നിലനിർത്തുന്നതിന് വേണ്ടി കണ്ണിൽ എണ്ണയൊഴിച്ച് തന്നെ എന്ന് പറയാം നമ്മുടെ ഒരുപാട് അഡ്മിന്മാരുടെ അധ്വാനം. ആ അധ്വാനിക്കുന്ന ആളുകളൊക്കെ അധ്വാനിക്കുന്നത് മുഅ്മിനീങ്ങളിൽ നിന്നുള്ള മനസ്സറിഞ്ഞ ദുആ മാത്രമാണ്. അല്ലാഹു അതുകൊണ്ട് തന്നെ ഇതൊക്കെ കബൂൽ ചെയ്യുമാറാവട്ടെ, ആമീൻ എന്ന് ദുആ ചെയ്ത് ബഹുമാനപ്പെട്ട അബൂഷാക്കിർ ഉസ്താദ് SGVയിൽ എടുത്ത ഖുലാസ ക്ലാസുകളൊക്കെ അബൂ റഫ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ആ ലിങ്ക് ഇവിടെ യൂട്യൂബിന്റെ ലിങ്ക് ഇവിടെ അടിച്ചിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ആ ലിങ്ക് കോപ്പി ചെയ്ത് വെച്ചാൽ ആവശ്യമാകുന്ന സമയത്ത് അതിൻ്റെതായ ഓരോ ക്ലാസുകളും പ്രത്യേകം തെരഞ്ഞെടുത്ത് നിങ്ങൾക്ക് മറ്റു സമയങ്ങളിലും ഉപയോഗപ്പെടുത്താൻ സാധിക്കുന്ന ഒരു സൗകര്യം അതിൽ ലഭിക്കുന്നുണ്ട്. അപ്പോ അദ്ദേഹത്തിന്റെ ലിങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് മറ്റു ഇനി ആവശ്യമാകുന്നത് കൂടെ ലഭ്യമാക്കാൻ പറ്റുന്ന ഈ സംവിധാനം എല്ലാവരും ഉപയോഗപ്പെടുത്തുന്നത് കൂടുതൽ ഉപകാരപ്രദമായിരിക്കും. കാരണം ഒരു സമയത്ത് ഇങ്ങനെ ക്ലാസ് കേട്ടുപോയതിൽ നിന്ന് ഉണ്ടായ സംശയങ്ങൾ പോലും ചിലപ്പോൾ രണ്ടാമത് കേൾക്കുമ്പോൾ തീർക്കാൻ അത് സഹായിക്കും. ഏതായാലും ആ ഭാഗം ഇനി കൂടുതൽ വിശദീകരിക്കുന്നില്ല. ഞാൻ പെട്ടെന്ന് മൈക്കിലേക്ക് വന്നത് 5:30 മണിക്ക് UAE ടൈം 5:30 മണിക്ക് ഞാൻ ക്ലാസ് നിർത്തും. അപ്പൊ അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് അതിന്റെ മുമ്പ് ലൈവൊക്കെ ഉണ്ടെങ്കിൽ അഡ്മിന്മാരെ അതും, അല്ലെങ്കിൽ പിന്നെ മറ്റു പരിപാടികൾ എന്താണ് എന്നൊക്കെ നേരത്തെ തന്നെ ഒന്ന് ക്രമീകരിച്ചു വെക്കാൻ വേണ്ടിയാണ് ആദ്യം തന്നെ അത് സൂചിപ്പിച്ചിട്ടുള്ളത് എന്ന് അറിയിച്ചുകൊണ്ട് ഞാൻ ക്ലാസ്സിലേക്ക് കടക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ എല്ലാ സംരംഭങ്ങളിലും ഇഖ്ലാസും ബർക്കത്തും നൽകുകയും അതൊക്കെ അല്ലാഹു കബൂൽ ചെയ്യുകയും ചെയ്യുമാറാവട്ടെ, ആമീൻ എന്ന് ദുആ ചെയ്യുന്നു. കഴിഞ്ഞ ക്ലാസ്സിൽ നാം പറഞ്ഞു തുടങ്ങുകയും അതേ സമയത്ത് ലൈവ് വന്നതുകൊണ്ട് ആ ബാബുസ്ഥാന്റെ ദുആക്കെ കഴിഞ്ഞു, അതിന്റെ എല്ലാ പരിപാടിയും കഴിഞ്ഞു. ഇപ്പൊ തൽക്കാലത്തെ ഇനി ഇൻഷാ അല്ലാഹ് വിശദീകരണങ്ങളും കാവുമ്പടി ഉസ്താദിന്റെ ഒരു പാട്ടിന്റെ കമ്മി ഉണ്ടായിട്ടുണ്ട്. അതുമായിട്ട് ബന്ധപ്പെടുത്തി ഖുലാസ ക്ലാസിനെ കുറിച്ചുള്ള ഒരു പാട്ടിന്റെ കമ്മി ഉണ്ടായിട്ടുണ്ട്. അതിപ്പോ മൂപ്പര് ഐഡിയോടെ കണ്ടപ്പോഴാണ് ശരിക്കും ഓർമ്മയായത്. ഏതായാലും ഇൻഷാ അല്ലാഹ് ഈ ക്ലാസ്സിന് ശേഷം അത് പരിഹരിക്കാവുന്നതാണ് എന്ന് അതുമായിട്ട് ബന്ധപ്പെടുത്തി ഞാൻ പ്രത്യാശിക്കുകയും ചെയ്തുകൊണ്ട്. അപ്പൊ കഴിഞ്ഞ ആഴ്ച നമ്മൾ ക്ലാസ് പറഞ്ഞു തുടങ്ങിയിരുന്നു സൂറത്തുൽ ബഖറയുടെ 67-ാമത്തെ ആയത്ത് മുതൽ മൂസാ നബി അലൈഹി ഇസ്ലാമിന്റെ കാലത്ത് നടന്ന ഒരു മർഡർ കേസ് തെളിയിക്കുന്നതുമായി ബന്ധപ്പെടുത്തി അല്ലാഹു സുബ്ഹാനഹു വ തആല മൂസാ നബി അലൈഹിസ്സലാമിന് അനുയായികൾ കൊലപാതകം ചെയ്ത ആള് ആരാണെന്ന് തെളിവ് കിട്ടുന്നതിന് വേണ്ടിയുള്ള അന്വേഷണം നടത്തിയപ്പോൾ ഒരു പശുവിനെ അറക്കാൻ നിർദ്ദേശിച്ചതുമായി ബന്ധപ്പെടുത്തി ഉണ്ടായ ചർച്ചയും ആ പശുവിനെ കുറിച്ചുള്ള ക്ലാരിഫിക്കേഷൻ സജീവമാക്കുന്നതിന് വേണ്ടി അവരിൽ നിന്നുണ്ടായ ഒട്ടനവധി ചോദ്യങ്ങളാണ് ഈ ആയത്തുകളിൽ അല്ലാഹു സൂചിപ്പിച്ചത്.
അർത്ഥം നമ്മൾ പറഞ്ഞിരുന്നു, അത്രേ പറഞ്ഞിട്ടുള്ളൂ നേരത്തെ. ഏതായാലും ഒന്നുകൂടി അത് ആവർത്തിച്ച് അത് പറഞ്ഞ് ഇൻഷാ അല്ലാഹ് ഇന്നത്തെ ക്ലാസ് നിർത്തും. ബാക്കി നാളെ അടുത്ത ഭാഗങ്ങൾ നമുക്ക് തുടങ്ങാം. ഇൻഷാ അല്ലാഹ് അല്ലാഹു തൗഫീഖ് നൽകട്ടെ എന്ന് ആമുഖമായി പ്രാർത്ഥിച്ചുകൊണ്ട് അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം വഇദ് ഖാല മൂസാ ലിഖൗമിഹി, മൂസാ നബി അലൈഹിസ്സലാം തന്റെ ജനതയോട് പറഞ്ഞ സന്ദർഭം ഓർക്കുക. ഇന്നല്ലാഹ യഅ്മുറുക്കും അൻ തദ്ബഹു ബഖറ, നിശ്ചയം ഒരു പശുവിനെ അറുക്കാൻ അല്ലാഹു തആല നിങ്ങളോട് കൽപ്പിക്കുന്നു എന്ന് പറഞ്ഞു. ഖാലു, ആ ജനം പറഞ്ഞു അപ്പോൾ തത്തഖിദുനാ ഹുസുവ, നിങ്ങളെന്താ ആളെ ഊതുകയാണോ? ഇന്നത്തെ ഒരു ശൈലി പറഞ്ഞാല്, പുതിയ ജനറേഷന്റെ ഭാഷയിൽ പറഞ്ഞാല് നിങ്ങളെന്താ ആളെ ഊതുകയാണോ എന്ന് ചോദിച്ചു. നിങ്ങൾ ഞങ്ങളെ പരിഹസിക്കുകയാണോ എന്ന് ചോദിച്ചു. ഖാല, മൂസാ നബി അലൈഹിസ്സലാം പറഞ്ഞു, അഊദു ബില്ലാഹ്, അല്ലാഹുവോട് ഞാൻ അഭയം തേടുന്നു, അൻ അകൂന മിനൽ ജാഹിലീൻ, ഞാൻ വിഡ്ഢികളിൽ പെട്ടുപോകലിനെ തൊട്ട്. പരിഹസിക്കുക എന്ന പണി അത് മാന്യന്മാർക്ക് ചേർന്നതല്ല, അത് വിവരക്കേടിന്റെ ലക്ഷണാണ്. അതുകൊണ്ട് തന്നെ ആ പണിയിൽ പെട്ടുപോകുന്നതിന് തൊട്ട് ഞാൻ അള്ളാഹുവോട് കാവൽ തേടുന്നു എന്ന് പറഞ്ഞു. അപ്പോ ആ നാട്ടുകാർക്ക് മനസ്സിലായി മൂസാ നബി അലൈഹി സ്വലാം സീരിയസ് ആയിട്ടാ പറഞ്ഞത്, വെറുതെ ഒരു തമാശക്ക് പറഞ്ഞതല്ല, അവരൊന്ന് ഇളക്കാൻ പറഞ്ഞതും അല്ല എന്ന് ബോധ്യപ്പെട്ടപ്പോൾ കാലു, അവര് പറഞ്ഞു, ഉദ്ഉ ലനാ റബ്ബക, അങ്ങയുടെ നാഥനായ അള്ളാഹുവോട് അങ്ങ് പ്രാർത്ഥിക്കണം. എന്തിന്? യുബയ്യിൻ ലനാ മാഹിയ, ആ പശു എങ്ങനെയുള്ളതായിരിക്കണം. പശുവിനെ അറക്കാൻ പറഞ്ഞപ്പോ ആ പശു എങ്ങനെയുള്ള പശു ആയിരിക്കണം എന്ന് അള്ളാഹു ഞങ്ങൾക്ക് വിശദീകരിച്ചു തരാൻ നിങ്ങളൊന്ന് അള്ളാഹുവോട് പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞു. കാല, മൂസാ അലൈഹിസ്സലാം പറഞ്ഞു, ഇന്നഹു യഖൂലു, നിശ്ചയം അള്ളാഹു പറയുന്നത്, ഇന്നഹാ ബഖറത്തുൻ ലാ ഫാരിദുൻ വലാ ബിക്റുൻ, നിശ്ചയം ആ പശു, ഇന്നഹാ ബഖറത്തുൻ, അതൊരു പശു ആയിരിക്കണം എന്നാണ് അള്ളാഹു പറയുന്നത്. ലാ ഫാരിദുൻ, പ്രായം കൂടിയതല്ലാത്ത, വലാ ബിക്റുൻ, എന്നാൽ പറ്റേ ഇളയതുമല്ലാത്ത, അഥവാ അവാനും ബൈന ദാലിക്, അത് രണ്ടിന്റെയും ഒരു മധ്യനിലയിലുള്ള, കൂടുതൽ പ്രായം കൂടിയിട്ടില്ല, പറ്റ ചെറുപ്പം അല്ലാത്ത ഒരു മധ്യ നിലയിലുള്ള ഒരിടത്തരം പശുവാണ് എന്നാണ് അള്ളാഹു പറയുന്നത്. അതുകൊണ്ട് ഫഫ്അലൂ മാ തുഅ്മറൂൻ, നിങ്ങളോട് കൽപ്പിക്കപ്പെട്ട് നിങ്ങൾ പ്രവർത്തിച്ചോളൂ. അതായത് ഈ ഇനി കൂടുതൽ വയസ്സില്ലാത്ത എന്നാ പറ്റ ചെറുതും അല്ലാത്ത ഒരു പശുവിനെ അറുത്ത് ഈ ബാധ്യത നിങ്ങൾ നിർവഹിച്ചോളൂ എന്നാണ് ഫഫ്അലൂ മാ തുഅ്മറൂൻ, നിങ്ങളോട് കൽപ്പിക്കപ്പെട്ട് നിങ്ങൾ പ്രവർത്തിച്ചോളൂ എന്ന് മൂസാ നബി അലൈഹി സ്വലാം പറഞ്ഞത്. അതായത് ഇനി എന്ത് ചെയ്യണ്ടാന്ന്, ഒരുപാട് ചോദ്യങ്ങൾ ഇനിയും ചോദിച്ച് ബുദ്ധിമുട്ടണ്ട, ഇപ്പൊ കിട്ടിയതിന്റെ അടിസ്ഥാനത്തിൽ കൂടുതൽ പ്രായമല്ലാത്ത എന്നാ പറ്റ ചെറുതും അല്ലാത്ത ഒരു പശുവിനെ അറുത്തോളൂ എന്ന് പറഞ്ഞു. പക്ഷേ ഇസ്രായേലികളല്ലേ, അവര് വീണ്ടും ചോദിച്ചു. കാലു, അവര് പറഞ്ഞു, ഉദ്ഉ ലനാ റബ്ബക, അങ്ങയുടെ നാഥനോട് തങ്ങൾ പ്രാർത്ഥിക്കണം മൂസാ നബിയെ. യുബയ്യിൻ ലനാ മാ ലൗനുഹ, ആ പശുവിന്റെ നിറം എന്തായിരിക്കണം എന്ന് അള്ളാഹു വിശദീകരിച്ചു തരാൻ, ഏത് നിറത്തിലുള്ള പശുവിനെയാണ് അറക്കേണ്ടത് എന്ന് വിശദീകരിച്ചു തരാൻ വേണ്ടി അങ്ങ് പ്രാർത്ഥിക്കണം. കാല, മൂസാ അലൈഹിസ്സലാം പറഞ്ഞു, ഇന്നഹു യഖൂലു, നിശ്ചയം അള്ളാഹു പറയുന്നത്, ഇന്നഹാ ബഖറത്തുൻ സഫറാഉ, ഇന്നഹാ ബഖറത്തുൻ സഫറാഉ, അതും അബൂ റഫയുടെ ഇതിലുണ്ട്, പിന്നെ സാലിഹ്, അബൂ റഫയുടെ യൂട്യൂബ് ലിങ്കിൽ തന്നെ ഈ ഖുർആൻ ക്ലാസിന്റെയും ലിങ്ക് നിങ്ങൾക്ക് കിട്ടും, അത് ചെക്ക് ചെയ്താൽ മതി. ഇന്നഹു, അള്ളാഹു പറയുന്നത്, പിന്നെ ഇന്നഹാ ബഖറത്തുൻ സഫറാഉ, അത് ഒരു മഞ്ഞ നിറത്തിലുള്ള പശുവാണ്. ഫാഖിഉൽ ലൗനുഹ, മഞ്ഞ നിറം വെച്ചാൽ ശുദ്ധ മഞ്ഞ നിറമുള്ള, വേറൊന്നും കലർപ്പില്ലാത്ത നല്ല ശുദ്ധ മഞ്ഞ നിറത്തിലുള്ള പശു ആയിരിക്കണം എന്നാണ് അള്ളാഹു പറയുന്നത്. എങ്ങനത്തെ പശു? തസുറുൻ നാദിരീൻ, നോക്കുന്ന ആളുകൾക്ക് സന്തോഷം തോന്നുന്ന, അത് കണ്ടാൽ, ആ പശുവിനെ കണ്ടാൽ ആളുകൾക്ക് ഒരു രസം തോന്നുന്ന, സന്തോഷം തോന്നും വിധത്തിൽ ശുദ്ധ മഞ്ഞ നിറമുള്ള പശു ആയിരിക്കണം എന്ന് അള്ളാഹു പറയുന്നു. ഇനിയിപ്പോ പ്രായം കൂടുതലില്ലാത്ത എന്നാ പറ്റ ചെറുതുമല്ലാത്ത മഞ്ഞ നിറത്തിലുള്ള ഒരു പശുവിനെ അർത്താൻ മതിയായിരുന്നു. പക്ഷെ വീണ്ടും അവർ ചോദിച്ചു. കാലു, അവര് പറഞ്ഞു, ഉദ്ഉ ലനാ റബ്ബക, അങ്ങയുടെ നാഥനായ അള്ളാഹുവിനോട് മൂസാ നബിയെ അങ്ങ് പ്രാർത്ഥിക്കുക. മാഹിയ, ഏത് ശൈസ് പശുവിനെയാണ് അറക്കേണ്ടത്? ഇന്നൽ ബഖറ തശാബഹ അലൈന, നിശ്ചയം ഈ പശു ഞങ്ങൾക്ക് പിന്നെ എന്തായിരിക്കുന്നു? സംശയമായിരിക്കുന്നു, ഏത് വിധത്തിലുള്ളതാണെന്ന കൺഫ്യൂഷൻ ഞങ്ങൾക്ക് വന്നിരിക്കുന്നു. എന്നാൽ ഇന്നാ, നിശ്ചയം ഞങ്ങൾ ഇൻഷാ അല്ലാഹു, അള്ളാഹു ഉദ്ദേശിക്കുകയാണെങ്കിൽ ലമുഹ്തദൂൻ, ഞങ്ങൾ ലക്ഷ്യത്തിൽ എത്തിച്ചേരുക തന്നെ ചെയ്യും. അതായത് ആത്മാർത്ഥമായിട്ട് തന്നെ അവർ പറഞ്ഞു, ഈ പശുവിന് ഇനി എന്തെങ്കിലും ഉൾക്കൊള്ളേണ്ടതുണ്ടെങ്കിൽ അതുകൂടി ഒന്ന് പറഞ്ഞു തന്നാൽ ഉപകാരമായിരുന്നു. പശുവിനെ കുറിച്ച് ഞങ്ങൾക്ക് ചെറിയൊരു കൺഫ്യൂഷൻ ഉണ്ട്,
ആ കൺഫ്യൂഷൻ കൂടി തീർത്തു തന്ന് അല്ലാഹു തആല ഉദ്ദേശിച്ച പശു ഏതാണെന്ന് കൃത്യമായൊന്ന് ഞങ്ങൾക്ക് വിശദീകരിച്ചു തരണം എന്ന് പറഞ്ഞു. കാല മൂസ നബി അലൈഹി സ്വലാം പറഞ്ഞു, ഇന്നഹു യഖൂലു, നിശ്ചയം അല്ലാഹു പറയുന്നത്, ഇന്നഹ ബഖറത്തുല്ലാ ദലൂലുൻ തുസീറുൽ അർള വലാ തസ്ഖിൽ ഹർസ. ആ പശു നിന്ദ്യമാക്കപ്പെട്ടതാവരുത്. എങ്ങനെ? തുസീറുൽ അർള, ഭൂമിയെ ഉഴുതുമറിച്ചുകൊണ്ട്. അതേപോലെ വലാ തസ്ഖിൽ ഹർസ, അത് കൃഷിക്ക് വെള്ളം കോരിയതും ആവാതിരിക്കണം. മുസല്ലമത്തുൻ, പോരായ്മകളിൽ നിന്നെല്ലാം രക്ഷപ്പെട്ടതായിരിക്കണം. ലാ ശിയത്ത ഫീഹ, ആ പശുവിൽ ഒരു കലയും ഉണ്ടാകാൻ പാടില്ലാത്ത വിധം, ഒരു പോരായ്മയും ഇല്ലാത്ത, ഒരു കല പോലും ഇല്ലാത്ത ഒരു അതായത് മഞ്ഞ നിറന്ന് നേരത്തെ പറഞ്ഞില്ലേ, അതിൽ വേറെന്തെങ്കിലും ഒരു കളറൊന്നും ചേരാത്ത, ഒരു പോരായ്മയും ഇല്ലാത്ത, ഉഴുതുമറിക്കാനോ അതായത് കന്നുപൂട്ടാനോ അല്ലെങ്കിൽ വെള്ളം കോരാനോ അടക്കമുള്ള പണികൾക്കൊന്നും ഉപയോഗിച്ച് അത് അതിന്റെ പവർ കുറയും വിധത്തിൽ ആയിട്ടില്ലാത്തതായിരിക്കണം എന്ന് മൂസ നബി അലൈഹി സ്വലാം പറഞ്ഞു. അള്ളാഹു പറഞ്ഞതായി. ഖാലു, ആ ജനം പറഞ്ഞു, അൽ ആന ജിഅ്ത ബിൽ ഹഖ്, ഇപ്പോഴാണ് നിങ്ങൾ സത്യം കൊണ്ടുവന്നത്. അതായത് ഇനി ഞങ്ങൾക്കൊരു കൺഫ്യൂഷനും ഇല്ല, എല്ലാ സംഗതികളും ക്ലിയറായി, അതുകൊണ്ട് തന്നെ ഞങ്ങൾ ആ രൂപത്തിലുള്ള പശുവിനെ അറുത്തോളാം എന്ന് നിർദ്ദേശിച്ചു. അങ്ങനെ ഫദബഹൂഹ, അവർ ആ പശുവിനെ അറുത്തു. വമാ കാദു യഫ്അലൂൻ, യഥാർത്ഥത്തിൽ അത് പ്രാവർത്തികമാക്കാൻ അവർക്ക് സാധിക്കുമായിരുന്നില്ല. എന്നിട്ടും അവർക്കത് നിർവഹിക്കാനുള്ള അവസരം അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകി എന്ന് അല്ലാഹു തആല പറഞ്ഞു. ഇത് ഇങ്ങനെ ഒരു പശുവിനെ അറുക്കാനുണ്ടായ സംഭവം, അതിലേക്ക് നയിച്ച കാര്യമാണ് ഇനിയുള്ള ആയത്തിൽ അല്ലാഹു 72-73 അല്ലാഹു പറയുന്നത്. വൈദ് ഖത്തൽതും നഫ്സൻ, ഒരു മനുഷ്യനെ നിങ്ങൾ കൊന്ന സന്ദർഭം ഓർക്കുക. നിങ്ങൾ കൊന്നുവെച്ചാൽ ആ കൂട്ടത്തിൽ നിന്ന് ഒരാൾ കൊന്നു എന്നർത്ഥം. ഫദ്ദാറഅ്തും ഫീഹ, എന്നിട്ട് ആ ശരീരത്തിന്റെ കാര്യത്തിൽ നിങ്ങൾ തർക്കത്തിലായി. ആരാണ് കൊന്നത് എന്നതിനെ സംബന്ധിച്ച് വിവിധ അഭിപ്രായങ്ങളും ആരോപണ പ്രത്യാരോപണങ്ങളും ഉണ്ടായി. വല്ലാഹു മുഖ്രിജും മാ കുന്തും തക്തുമൂൻ, നിങ്ങൾ മറച്ചു വെക്കുന്നത് എന്തോ അത് അല്ലാഹു തആല പുറത്തു കൊണ്ടുവരിക തന്നെ ചെയ്യും. എന്നിട്ട് ഫഖുൽന, നാം പറഞ്ഞു, ഇദ്രിബൂഹു, ആ മരിച്ച ആളെ നിങ്ങൾ അടിക്കുക, ബിബഅലിഹ, ഈ പശുവിന്റെ അല്പഭാഗം കൊണ്ട് അടിക്കുക. കദാലിക യുഹ്യില്ലാഹുൽ മൗത, അപ്പെന്താവും? അടിച്ചാൽ അയാൾ ജീവിക്കും. ജീവിച്ചിട്ട് അയാൾ നിങ്ങളോട് സംഗതി പറയുന്നൊക്കെ അതിൽ അടങ്ങിയിട്ടുണ്ട്. എന്നിട്ട് അല്ലാഹു തആല അതിന്റെ ബാക്കി പറയാം, കദാലിക യുഹ്യില്ലാഹുൽ മൗത, ഇപ്രകാരം അല്ലാഹു തആല മരിച്ചുപോയവരെ ജീവിപ്പിക്കും. വയുരീക്കും ആയാതിഹി, അവന്റെ ദൃഷ്ടാന്തങ്ങൾ അവൻ നിങ്ങൾക്ക് കാണിച്ചു തരികയും ചെയ്യും. ലഅല്ലക്കും തഅഖിലൂൻ, നിങ്ങൾ ചിന്തിച്ചു മനസ്സിലാക്കുന്നവരാവാൻ വേണ്ടി. അപ്പോ ഒരു മർഡർ കേസ് നടന്നു. ആരാണ് ചെയ്തത് എന്നതിനെ കുറിച്ച് ആരോപണ പ്രത്യാരോപണങ്ങൾ ഉണ്ടായി. ഇസ്രായേലികൾ മൂസ നബി അലൈഹി സ്വലാമിനോട് ആവശ്യപ്പെട്ടു, എന്ത്? ഈ പശു, ഈ കൊലയാളി ആരാണെന്ന് ഞങ്ങൾക്ക് തിരിയണം, അതിനുവേണ്ടി തങ്ങളൊന്ന് ഇടപെടണം. ഇതാണ് വിഷയത്തിന്റെ അടിസ്ഥാന കാരണം. അപ്പോൾ അള്ളാഹു നിർദ്ദേശിച്ചാണ് ഒരു പശുവിനെ അറുത്തിട്ട് ആ പശുവിന്റെ ഒരു എല്ലെടുത്ത് നിങ്ങൾ എന്തിനടിക്കുക, ഈ മരിച്ചു കിടക്കുന്ന ആളെ അടിക്കുക. അപ്പൊ അയാൾ ജീവിക്കും, കൊന്ന ആളെ അയാൾ എന്നെ പറഞ്ഞു തരും എന്ന് പറയാൻ വേണ്ടി നിർദ്ദേശിച്ചതാണ് സംഭവത്തിന്റെ ചുരുക്കം. അപ്പൊ ഒരു പശുവിനെ അറുത്ത് ഈ സംഗതി ചെയ്താൽ മതിയായിരുന്നു. പക്ഷെ ഇവരെന്ത് ചെയ്തു? ഓവർ സ്മാർട്ട് കളിച്ച് ആ പശുവിനെ കുറിച്ചുള്ള വിശദീകരണങ്ങളും വ്യാഖ്യാനങ്ങളൊക്കെ കൂടി അപ്പൊ ഒരു വമ്പിച്ച പൈസ ചെലവാക്കിയിട്ട് പശുവിനെ അറുക്കേണ്ട ഒരു അവസ്ഥ ഉണ്ടായി. അതുകൊണ്ടാണ് ചോദ്യങ്ങൾ പലപ്പോഴും എന്ത് ചെയ്യരുത്, ഓവറാവരുത് എന്ന് ബഹുമാനപ്പെട്ട ഇസ്ലാം പറഞ്ഞിട്ടുണ്ട്. മനസ്സിലായില്ലേ? ചോദ്യം ഓവറായ ചിലപ്പോ ഉത്തരങ്ങൾ എന്താക്കും, നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കും. ഖുർആൻ തന്നെ പറഞ്ഞല്ലോ, ലാ തസ്അലു അൻ അശ്യാ, പല സംഗതികളെ കുറിച്ചും നിങ്ങൾ ചോദിക്കരുത്. കാരണം എന്താ? ഇൻ തുബദലക്കും തസുക്കും, അതിന് നിങ്ങൾക്ക് അതിനനുസരിച്ചുള്ള മറുപടി കിട്ടിയാൽ, അതിനനുസരിച്ചുള്ള പ്രതികരണങ്ങൾ ഉണ്ടായാൽ എന്താവും? നിങ്ങൾക്കത് ബുദ്ധിമുട്ടായി മാറും. അല്ലെ? അങ്ങനെയുണ്ട് പല കാര്യങ്ങളിലും. ചോദിച്ചെന്താവും? അപകടത്തിലേക്ക് കൂടുതൽ ചെന്നെത്തും. അതേ സമയത്ത് പറഞ്ഞ വാക്കിന്റെ ബാഹ്യമായ അർത്ഥം മാത്രം എടുത്തുകൊണ്ട് അതാണ്ട് പ്രാവർത്തികാക്കിയ ഒരു കുഴപ്പവും വരാനില്ല. ഇതാണ് വിഷയത്തിന്റെ ചുരുക്കം. ഇനി അതിന്റെ വിശദീകരണങ്ങൾക്ക് നമുക്ക് പോകാം. ഇമാം റാസി റളിയല്ലാഹു അൻഹു ഇവിടെ പറഞ്ഞു, ഏലം അന്ന ഹാദാ ഹുവൻ നൗഉ സാനി മിന തശ്ദീദാത്തി, ഇസ്രായേലികൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നേരത്തെ ചെയ്തു കൊടുത്ത 10 അനുഗ്രഹങ്ങളെ മുമ്പത്തെ ആയത്തുകളിൽ വിശദീകരിച്ചു നമ്മൾ. അതിനുശേഷം അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് ചില പരീക്ഷണങ്ങളും ചില ക്യാപിറ്റൽ പണിഷ്മെന്റും അല്ലാഹു തആല നൽകിയിട്ടുണ്ട്. അതിലെ ഒന്നാമത്തെ കാര്യം മുമ്പത്തെ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിരുന്നു. അതായത് 1000 നാട്ടുകാരുടെ കൂട്ടത്തിൽ നിന്ന്
ശനിയാഴ്ച ദിവസം മത്സ്യബന്ധനത്തിൽ ഏർപ്പെട്ടവരെ അല്ലാഹു തആല കുരങ്ങാക്കി മാറ്റി, എന്നിട്ട് 3 ദിവസം കൊണ്ട് അവരെ മരിപ്പിക്കുകയും ചെയ്തു എന്ന ചരിത്രം. അതായിരുന്നു ഇവർക്ക് നൽകിയ പണിഷ്മെന്റിന്റെ കൂട്ടത്തിൽ ഒന്നാമത്തെ സംഗതി. ഇനി മറ്റൊരു പണിഷ്മെന്റ് ആണ് ഇത് എന്നാണ് അള്ളാഹു പറയുന്നത്. അതിന്റെ പശ്ചാത്തലം റുവിയ ഇബ്നു അബ്ബാസിൻ വസാഇർ റളിയല്ലാഹു അൻഹുമാ വസാഇരിൽ മുഫസ്സിരീന അന്ന റജുലൻ മിൻ ബനി ഇസ്രായീല, ഇസ്രായേലികളിൽപ്പെട്ട ഒരാൾ ഖതല ഖരീബൻ, അദ്ദേഹത്തിന്റെ ഒരു കുടുംബക്കാരനെ കൊല ചെയ്തു. ലിക്കൈ യരിസഹു, പിന്നെ അദ്ദേഹത്തിന്റെ ആ മരിച്ചുപോയ ആളുടെ അനന്തരം എടുക്കാൻ വേണ്ടി. അതായത് വയസ്സായിട്ടും ഇയാൾ മരിക്കണില്ല. അപ്പൊ അങ്ങനെ മരിക്കാണ്ട് വരുമ്പോ ഇത് എത്ര കാലം കാത്തിരിക്കേണ്ടി വരും എന്നുള്ള നിലക്ക് ആ ചങ്ങാതിക്ക് പെട്ടെന്ന് തോന്നുന്ന ഒരു പൊട്ടബുദ്ധിയ. അത് പലർക്കും തോന്നും. ഈ സമ്പത്ത് കിട്ടാനുള്ള ആഗ്രഹം നോക്കുമ്പോ പലർക്കും അങ്ങനെ തോന്നും. ഞാൻ ആ പൊട്ടബുദ്ധി പിന്നെ എന്താക്കും, ചിലപ്പോ സൗരോർജത്തിന്റെ പേരിലോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ സംഗതിയുടെ പേരില് തട്ടിപ്പിലേക്കാണ്ട് എത്തും. ആ തട്ടിപ്പിലെത്തി അവസാനം പിന്നെ ഗോതമ്പുണ്ട തിന്നേണ്ട ദുരവസ്ഥയിലേക്ക് തന്നെ കാര്യങ്ങൾ എത്തുകയും അതോടുകൂടെ അടിച്ചു പൊളിക്കാനുള്ള വ്യഗ്രതയിൽ ഈ ചെയ്തു വെച്ച പ്രവർത്തനങ്ങളുടെ പേരിൽ മനുഷ്യൻ കുടുങ്ങുകയും ചെയ്യും. പക്ഷെ എത്ര കുടുങ്ങിയാലും അത് മനസ്സിലാക്കി ഭൗതിക ജീവിതത്തിന്റെ അപകടം ഇതിനു മാത്രം പരിതാപകരമാണ് എന്ന് ചിന്തിച്ച് അവനവന്റെ കൃത്യമായിട്ടുള്ള കണക്കുകൂട്ടലുകളുടെയും അതേപോലെ ഈ ദുനിയാവിലും ആഖിറത്തിലും വഷളാകാതിരിക്കാനുള്ള കൃത്യമായും പ്രോപ്പർ ചാനലിലൂടെയുള്ള ധനസമ്പാദനത്തിന്റെ മാർഗങ്ങളല്ലാതെ ഉപയോഗപ്പെടുത്തരുത് എന്ന ഗുണപാഠം പക്ഷേ മനുഷ്യന്മാർ തീരെ മനസ്സിലാക്കില്ല. തട്ടിപ്പിന് ഇറങ്ങുന്നവരും തട്ടിപ്പിന് ഇരയാവുന്നവരും ഒരിക്കലും അത് മനസ്സിലാക്കാറില്ല. അല്ലെങ്കിൽ ഇപ്പൊ നമ്മളെ നാട്ടിൽ ഇനി എന്തായാലും ശരി ഒരു മനുഷ്യനും തട്ടിപ്പിന് ഇരയാവാൻ പാടില്ല. കാരണം എന്താ, ടോട്ടൽ ഫോർ യു മോഡൽ തട്ടിപ്പ് മുതൽ ഇങ്ങോട്ട് ഒട്ടനവധി തട്ടിപ്പുകളുടെ കഥകൾ ദിവസവും പത്രങ്ങളിലും മീഡിയകളിലും അതേപോലെ തന്നെ ഫേസ്ബുക്ക് അടക്കമുള്ള ഉപകാരമുള്ളതിനോ ഇല്ലാത്തതിനൊക്കെ ഉപയോഗിക്കുന്ന സകല സോഷ്യൽ മീഡിയകളിലും ഇതുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള ശക്തമായിട്ടുള്ള വിവരണങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. തട്ടിപ്പിന് ഇരയായവരുടെ കഥകളും അതേപോലെ തട്ടിപ്പ് നടത്തി മുങ്ങിയ ആളുകളുടെ ഉളുപ്പില്ലാത്ത പരിപാടികളുമൊക്കെ എത്രയോ കണ്ടാലും വീണ്ടും വീണ്ടും തട്ടിപ്പ് നടത്താൻ ഇറങ്ങുന്നവരുടെ തട്ടിപ്പിൽ കുറെ ആളുകൾ ചെന്ന് വീഴുന്നു. ഈ വീഴുന്നവരൊക്കെ വാസ്തവത്തിൽ കുറുക്കുവഴിയിൽ പണമുണ്ടാക്കാനുള്ള വല്ലാത്തൊരു മാനസികമായ ത്വരക്ക് അടിമപ്പെട്ടവരാണ്. അതുകൊണ്ട് തന്നെ ചിന്തിക്കണം, പിന്നെ എന്തിനിറങ്ങുന്നവരും ഞാൻ ഈ നടത്തുന്ന സംഗതികളിൽ ആളുകളെ പറ്റിക്കൽ എന്ന ഉദ്ദേശമുള്ളവരും അതേപോലെ തന്നെ ഞാൻ എന്തായാലും പറ്റിക്കപ്പെടാൻ പാടില്ല എന്ന വിഷയത്തിൽ നിർബന്ധ ബുദ്ധിയുള്ളവരും ഒക്കെ എന്ത് ചെയ്യണം, ചിന്തിക്കണം. ഒരിക്കലും തന്നെ വളരെ പെട്ടെന്ന് കുറുക്കുവഴിയിലൂടെ പണക്കാരനാവാനുള്ള മാർഗങ്ങൾ ഏത് ഭാഗത്തുനിന്ന് ഓഫർ കിട്ടിയാലും അതിന്റെ പിന്നിൽ എന്തോ ചതിക്കുഴിയുണ്ട് എന്ന് മനസ്സിലാക്കാനും ഇത് ചീറ്റ് ചെയ്യപ്പെടാനുള്ള സാധ്യത വളരെ വളരെ കൂടുതലാണെന്ന് ചിന്തിക്കാനും മാത്രം മനുഷ്യന്മാർക്ക് പ്രചോദനമാകാനുള്ള എമ്പാടും തെളിവുകൾ തട്ടിപ്പിന്റേതു തന്നെ ഇന്ന് നമ്മുടെ നാടുകളിൽ ലഭ്യമാണ്. പക്ഷെ എന്നിട്ടും ഇനിയും നമുക്ക് കേൾക്കാൻ പറ്റും, നാളെ മറ്റന്നാളൊക്കെ വരും പുതിയ പുതിയ തട്ടിപ്പുകൾ. അപ്പൊ ആ തട്ടിപ്പൊക്കെ വരുമ്പോഴും അതിൽ മനുഷ്യൻ ചെന്ന് പെടുകയാണ്. നിങ്ങൾ ചിന്തിക്കണം, ഇങ്ങനെ ഈ മനുഷ്യൻ എന്ത് ചെയ്തു, തന്റെ കുടുംബക്കാരനായിട്ടുള്ള ഒരാള്, ആ കുടുംബക്കാരനായിട്ടുള്ള മനുഷ്യൻ അയാളിപ്പോ ഇങ്ങനെ എന്നാ മരിക്കാന്നൊരു പിടുത്തല്ല, പെട്ടെന്ന് കാശ് കയ്യിലാക്കാൻ വേണ്ടി അയാളാണ് തട്ടി, അയാളെ കൊന്നതിന് ശേഷം സുമ്മ റമാഹുഫി മജ്മഇ തരീഖ്, ഒരു ജംഗ്ഷനിൽ കൊണ്ടുപോയിട്ട് ആ മയ്യത്ത് അവിടെ ഇട്ടു. സുമ്മ ശക്കാദാലിക്കയില മൂസ അലൈഹി സ്വലാം, എന്നിട്ട് അയാൾ തന്നെ കൊല നടത്തിയ ആൾ തന്നെ മൂസാ നബി അലൈഹി സ്വലാമിനോട് കംപ്ലൈന്റ് പറഞ്ഞു, എന്റെ വേണ്ടപ്പെട്ട ആളാണ്, എന്റെ വളരെ സ്വന്തം ആളായിരുന്നു, അദ്ദേഹം ഏതൊരാള് കൊല്ലപ്പെട്ടിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ നിങ്ങൾ ആ കൊലയാളിയെ കണ്ടെത്തണം. എന്തിനാ? കൊലയാളിയെ കണ്ടെത്താനുള്ള ആവേശമല്ല, മറിച്ച് അതിന്റെ മറവിൽ ഇയാൾക്ക് ആ പണം തട്ടാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയാണ്. അപ്പൊ ഫജ്തഹദ മൂസാ ഫീ തഅറുഫിൽ ഖാതിലി, കൊല്ലപ്പെട്ട ആളെ ഐഡന്റിഫൈ ചെയ്യാൻ മൂസാ നബി അലൈഹി ഇസ്ലാം പരിശ്രമം തുടങ്ങി. അങ്ങനെ ഫലമ്മാലം യദ്ഹർ, ആളെ കുറിച്ചൊരു ക്ലൂവും കിട്ടിയില്ല. കൊല നടത്തിയത് കൊലയാളി ആരാണ് എന്നതിനെ കുറിച്ചൊരു സൂചനയും ലഭിച്ചില്ല. അപ്പോൾ ഖാലൂ ലഹു, ജനങ്ങൾ മൂസാ നബി അലൈഹി ഇസ്ലാമിനോട് പറഞ്ഞു, സല്ലനാ റബ്ബക ഹത്താ യുബയ്യിനഹു, മൂസാ നബിയെ നിങ്ങൾ അള്ളാഹുവിനോടൊന്ന് ചോദിച്ചോളൂ, ഇത് ആരാണ് ഈ കൊല നടത്തിയതെന്ന് അള്ളാഹ് വിശദീകരിച്ച് തരാൻ വേണ്ടി റബ്ബിനോട് ദുആ ചെയ്യൂ എന്ന് പറഞ്ഞു. അങ്ങനെ ബഹുമാനപ്പെട്ട മൂസാ നബി അലൈഹി ഇസ്ലാം ഫസാലഹു, റബ്ബിനോട് ചോദിച്ചു. ഫൗഹല്ലാഹു ഇലൈഹി, അപ്പൊ അല്ലാഹു തആല മൂസാ നബിക്ക് വഹയി നൽകിയതാണ്, ഇന്നല്ലാഹ യഅ്മുറുക്കും അൻ തദ്ബഹു ബഖറ, നിശ്ചയം ഒരു പശുവിനെ അറുക്കാനാണ് അള്ളാഹു നിങ്ങളോട് കൽപ്പിക്കുന്നത്. ഇത് കേട്ടപ്പോൾ ഫതഅജ്ജബു മിൻ ദാലിക,
കൊലയാളിയെ കണ്ടെത്താൻ വേണ്ടി റബ്ബെ ഒരു പരിഹാരം ഉണ്ടാക്കി തരണം എന്ന് പറഞ്ഞപ്പോ അള്ളാഹ് പറഞ്ഞു നിങ്ങൾ ഒരു പശുവിനെ അർത്തോളിയിൽ. ഇത് മൂസാ നബി അലൈഹി ഇസ്ലാം ജനങ്ങളോട് പറഞ്ഞപ്പോൾ ഫതഅജ്ജബു മിൻ ദാലിക, ഇത് കേട്ടിട്ട് ജനങ്ങൾക്ക് അത്ഭുതം തോന്നി. എന്നിട്ട് സുമ്മ ശദ്ദദു അലാ അൻഫുസിഹിം ബിൽ ഇസ്തിഫ്ഹാമി ഹാലൻ ബഅദ ഹാലിൻ, ആ പശുവിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ അറിയാൻ വേണ്ടി മൂസാ നബി അലൈഹി ഇസ്ലാമിനോട് ചോദ്യത്തിന്റെ പുറകെ ചോദ്യങ്ങൾ അവർ ചോദിച്ചു. വസ്തഖ്സൗ ഫീ തലബിൽ വസ്ഫി, ആ പശുവിന്റെ കൃത്യമായ വിശേഷണങ്ങൾ ലഭ്യമാക്കാൻ വേണ്ടി അതിന്റെ അങ്ങേയറ്റം വരെ അവർ ചോദ്യശരങ്ങളുമായി മുന്നോട്ട് പോയി. അങ്ങനെ ഫലമ്മാ തഅയ്യനത്ത്, പശു ഇന്നതാണെന്ന് ക്ലിപ്തമായി മനസ്സിലായപ്പോൾ ലം യജിദൂഹാ ബിദാലിക നാതി, ഈ വിധത്തിൽ ലക്ഷണമൊത്തൊരു പശുവിനെ അവരെത്തിച്ചില്ല. ഇല്ല ഇന്ദ ഇൻസാനിൻ മുഅയ്യനിൻ, ഒരു നിശ്ചിത വ്യക്തിയുടെ അടുത്തല്ലാതെ. ഇപ്പറഞ്ഞ നേരത്തെ നമ്മൾ വായിച്ച വിവരണങ്ങളൊക്കെ ഉണ്ടല്ലോ, ഈ വിവരണങ്ങളെല്ലാം ഉൾക്കൊള്ളുന്ന പശു ആകെ ഇസ്രയേലികൾ കണ്ടെത്തിയത് എവിടെ മാത്രം? ഒരൊറ്റ മനുഷ്യന്റെ അടുത്ത് മാത്രമാണ്. അയാളാണെങ്കിലോ വലം യബിഅഹ, അദ്ദേഹം ആ പശുവിനെ വിൽക്കാൻ തയ്യാറല്ല. ഇല്ലാ ബിഅൽആഫി സമനിഹാ, അതിന്റെ നാട്ടുനടപ്പുള്ള വിലയുടെ എത്രയോ ഇരട്ടിക്കല്ലാതെ. അങ്ങനെയാണല്ലോ, സാധനത്തിന് ഡിമാൻഡ് ഉണ്ട് എന്ന് മനസ്സിലായാൽ അപ്പൊ എന്താവും? അപ്പോ വില കൂട്ടും. അപ്പൊ ഇദ്ദേഹത്തിന്റെ പശു എന്തായാലും ഇവർ വാങ്ങുന്നുള്ള കണ്ടീഷൻ വന്നു. അങ്ങനെ ആ പശുവിനെ എത്രയോ ഇരട്ടി വിലക്കല്ലാതെ വിൽക്കൂല എന്ന് അയാൾ പറഞ്ഞു. പക്ഷേ അവർ ഫസ്തറൗഹ, പശുവിനെ അവർ വാങ്ങി. വദബഹൂഹ, അതിനവർ അറുക്കുകയും ചെയ്തു. വഅമറഹും മൂസ, മൂസാ നബി അലൈഹി ഇസ്ലാം അവരോട് കൽപ്പിച്ചു അയ്യഖുദു ഉളുവം മിൻഹാ, ആ പശുവിനെ അറുത്തിട്ട് അതിൽ നിന്നൊരു എല്ല്, ഒരു ഭാഗം എടുക്കാൻ. എന്നിട്ട് ഫയദ്രിബൂ ബിഹിൽ ഖതീല, കൊല്ലപ്പെട്ട് കിടക്കുന്ന മനുഷ്യനെ അതുകൊണ്ട് അടിക്കാൻ വേണ്ടി കൽപ്പിച്ചു. ഫഫഅലു, അവരത് ചെയ്തു. ഫസാറൽ മഖ്തൂലു ഹയ്യൻ, മരിച്ചു കിടക്കുന്ന ആളെ ജീവിച്ചു. വസമ്മാലഹും ഖാതിലഹു, തന്നെ കൊന്നയാളുടെ പേരും ആ മയ്യിത്ത് ആയിരുന്ന ആള് പറഞ്ഞു. വഹുവല്ലദി ഇബ്തദഅ ബിശികായതി, അയാളാണ് ആദ്യം കൊലയാളിയെ കണ്ടെത്തണം എന്ന് മൂസാ നബി അലൈഹി ഇസ്ലാമിന്റെ മുമ്പിൽ കംപ്ലൈന്റുമായിട്ട് വന്നത്. ശരിയല്ലേ? അപ്പോ ചിലപ്പോ ഈ ആരോപണം നടത്തുന്ന ആൾക്കാര് കംപ്ലൈന്റ് പറയുന്ന ആൾക്കാരനെ ചിലപ്പോ എന്ത് ചെയ്തിട്ടുണ്ടാവും? അക്രമം നടത്തിയിട്ടുണ്ടാവും. എന്നിട്ട് വേറെ ആരെങ്കിലും ഒക്കെ പേരിൽ അത് കെട്ടിവെക്കാനുള്ള ശ്രമങ്ങൾ നടത്തും. ആ നടത്തുന്നതിന്റെ ഭാഗമായിട്ട് അയാൾ എന്നെ എന്ത് ചെയ്തു? പക്ഷെ ഖതലൂഹു ഖവദൻ, അങ്ങനെ കൊലക്ക് കൊല എന്ന നിലക്ക് ജനങ്ങളാരെ കൊല ചെയ്തു? ഈ മനുഷ്യനെ കൊല ചെയ്തു. ഇതാണ് സംഭവത്തിന്റെ ചുരുക്കം. ഏതായാലും ശരി, ഇവിടെ മൂസാ നബി അലൈഹി സ്വലാം അവരോട് പറഞ്ഞു, അള്ളാഹു നിങ്ങളോട് ഒരു പശുവിനെ അറുക്കാൻ പറയുന്നു. പശുവിനെ അറുക്കാൻ പറഞ്ഞു എന്ന് പറഞ്ഞെടുത്ത് എന്താണ് പശു? അന്നഹു തആല അമറ ബിദബിഹി ബഖറത്തിൻ മിൻ ബഖരി ദുനിയ, ദുനിയാവിലുള്ള ഏതെങ്കിലും ഒരു പശുവിനെ അറുത്താൽ മതിയായിരുന്നു. വഹാദാ ഹുവൽ വാജിബുൽ മുഖയ്യറു, ഏത് പശുവിനെയും നിങ്ങൾക്ക് അറുക്കാമെന്ന അർത്ഥത്തിൽ സ്വാതന്ത്ര്യം നൽകപ്പെട്ടതായിരുന്നു ആ നിർബന്ധം. പക്ഷേ അവരെന്ത് ചെയ്തു? പശുവിനെ കുറിച്ച് വീണ്ടും വീണ്ടും ചോദിച്ച് ഈ അപകടകരമായ അവസ്ഥയിലേക്ക് എത്തി. ഏതായാലും ശരി, പശുവിനെ അറുക്കണമെന്ന് പറഞ്ഞപ്പോ അവര് പറഞ്ഞൊരു വാക്കുണ്ടല്ലോ, തത്തഹിദുനാ ഹുസുവാ, നിങ്ങൾ ഞങ്ങളെ പരിഹസിക്കുകയാണോ എന്ന്. ആ പരിഹസിക്കുകയാണോ എന്ന് ചോദിച്ചപ്പോ വാസ്തവത്തിൽ മൂസാ നബി അലൈഹിസ്സലാമിനോട് അവരങ്ങനെ ചോദിക്കണത് എന്താ? അന്നഹും ലമ്മാ തലബൂ മിൻ മൂസാ അലൈഹിസ്സലാം തഅയ്യിനൽ ഖാതിലി, കൊലയാളി ആരാണെന്ന് ഐഡന്റിഫൈ ചെയ്യാനുള്ള മാർഗം ഉണ്ടാക്കണമെന്ന് മൂസാ നബി അലൈഹി സ്വലാമിനോട് അവർ ആവശ്യപ്പെട്ടു. അപ്പൊ ഫഖാല മൂസാ നബി അലൈഹി സ്വലാം പറഞ്ഞു, ഇത് ബഹു ബക്കറ, നിങ്ങൾ പശുവിനെ അറുക്കണം എന്ന് പറഞ്ഞു. ആ പറഞ്ഞപ്പോൾ ലം യഅരിഫു ബൈന ഹാദൽ ജവാബി വദാലിക സുആലി മുനാസബ, ഈ ചോദ്യത്തിന്റെയും ഉത്തരത്തിന്റെയും ഇടക്ക് ഒരു ബന്ധം അവർക്ക് കാണാൻ കഴിഞ്ഞില്ല. അവർക്ക് മനസ്സിലായില്ല. അരി എത്രയാന്ന് ചോദിച്ചാൽ പയറഞ്ഞായി എന്ന് മറുപടി പറയണം. ആ പരിപാടി ആയിട്ടാണ് അവർക്ക് തോന്നിയത്. അതുകൊണ്ടാണ് നിങ്ങൾ കളിയാക്കുകയാണോ എന്ന് മൂസാ നബി അലൈഹി സ്വലാമിനോട് ചോദിച്ചത്. അപ്പൊ ഫളന്നു, അവർ ധരിച്ചു അന്നഹു അലൈഹി സ്വലാം യുലാഇബുഹും, മൂസാ നബി അലൈഹി സ്വലാം അവരോട് വെറുതെ തമാശ പറയാണ് എന്ന് ധരിച്ചു. കാരണം എന്തായാലും അന്നഹു മിനൽ മുഹ്തമലി, സാധ്യതയുണ്ടല്ലോ, അന്ന മൂസാ അലൈഹി സ്വലാം അമറഹും ബിദബിഹിൽ ബഖറത്തി, പശുവിനെ അറുക്കാൻ വേണ്ടി അവരോട് കൽപ്പിച്ചു. വമാ അലമഹും അന്നഹും ഇദാ ദബഹുൽ ബഖറത ലറബുൽ ഖതീല ബിവാലിഹാ ഫയസീറു ഹയ്യൻ ഫലാ ജറമ. മൂസാ നബി അലൈഹി സ്വലാം പശുവിനെ അറുക്കാൻ മാത്രം അവരോട് പറഞ്ഞുള്ളൂ. പശുവിനെ അറുത്തിട്ട് അതിന്റെ ഒരു എല്ലെടുത്തിട്ട് ഈ ആളെ അടിച്ചാൽ അയാൾ ജീവിക്കുന്ന എന്ത് ചെയ്തില്ലായിരുന്നു, അപ്പോ തുടക്കത്തിൽ വിശദീകരിച്ചിട്ടില്ലായിരുന്നു. അതുകൊണ്ടാണ് അവർക്ക് എന്ത് ചെയ്തത്, ഇങ്ങനെ ഒരു സംശയം തോന്നിയത്. അങ്ങനെ വന്നപ്പോഴാണ് വഖാഹാദൽ ഖൗലു മിൻഹും മൗഖിഅൽ ഹുസ്വി, ഇത് ഒരു പരിഹാസമാണ് എന്ന് ആർക്ക് തോന്നിയത്? ആ ജനതക്ക് തോന്നിയത്. അതുകൊണ്ടാണ് മൂസാ നബി അലൈഹി സ്വലാമിനോട് തത്തഖിദുനാ ഹുസ്വ,
നിങ്ങൾ ഞങ്ങളെ ഊതാണോ എന്നാര് ചോദിച്ചത്? ആ നാട്ടുകാർ ചോദിച്ചത്. ഇനി വയഹ്തമിലു അന്നഹു അലൈഹിസ്സലാം, മൂസാ നബി അലൈഹിസ്സലാം വൈൻകാനഖദ് ബയ്യനലഹും കൈഫിയത്തുൽ ഹാലി, സംഭവങ്ങളുടെ നിജസ്ഥിതി അവർക്ക് വിശദീകരിച്ചു കൊടുത്തുവെങ്കിലും ഇല്ലാ അന്നഹും തഅജ്ജബു മിൻ അന്നൽ ഖതീല കൈഫ യസീറു ഹയ്യൻ ബിഅൻ യദ്രിബൂഹു ബിബഅദി അജ്സാഇൽ ബഖറത്തി. അവർക്ക് മൂസാ നബി അലൈഹി സ്വലാം സംഗതിയൊക്കെ പറഞ്ഞു കൊടുത്തു. നിങ്ങൾ പശുവിനെ അറക്കുക, അതിന്റെ എല്ലെടുത്തിട്ട് അയാൾ അടിക്കുക, അപ്പൊ അതെന്തായിട്ട് മാറും? ജീവിച്ചിരിക്കും. അങ്ങനെ മരിച്ച ആളെ, കൊന്ന ആളെ അയാൾ തന്നെ പറഞ്ഞു തരും എന്നവരോട് മൂസാ നബി അലൈഹി സ്വലാം പറഞ്ഞു. പറഞ്ഞപ്പോഴും അവർക്ക് എന്ത് ചെയ്തു? അത്ഭുതം തോന്നി. മിൻ അന്നൽ ഖതീല കൈഫ യസീറു ഹയ്യൻ ബിഅൻ യദ്രിബൂഹു ബിബഅദി അജ്സാഇൽ ബഖറ. ഒരു പശുവിന്റെ ഭാഗം കൊണ്ട് അടിച്ചാൽ എങ്ങനെ മരിച്ചെടുക്കുന്ന ആൾ ജീവിക്കുക? എന്നെന്ത് ചെയ്തു? അവർക്ക് അത്ഭുതം തോന്നി. അതായത് അങ്ങനെ നടക്കുന്നവർക്ക് തോന്നി. ഫലന്നു, അപ്പൊ അവർ വിചാരിച്ചു അന്നദാലിക്കേജിരിമജലിസ്തിഹ്സായി, ഇതൊരു പരിഹാസമായിട്ട് നടത്തുകയാണ്, മൂസാ നബി അലൈഹി സ്വലാം പറഞ്ഞതാണ്, വെറുതെ ഊതാണ് എന്ന് ആർക്ക് തോന്നി? അവർക്ക് തോന്നി. അതുകൊണ്ടാണ് അവർ അങ്ങനെ ചോദിച്ചത്. എന്നാൽ അങ്ങനെ ചോദിച്ചപ്പോ മൂസാ നബി അലൈഹി സ്വലാമിന്റെ മറുപടിയാണ് പ്രസക്തം. എന്ത്? അഊദു ബില്ലാഹി അൻ അകൂന മിനൽ ജാഹിലീൻ, ഞാൻ വിവരമില്ലാത്തവരിൽ പെടലിനെ തൊട്ട് അള്ളാഹുവോട് അഭയം തേടുന്നു. ഇവിടെ ഇമാം റാസി റളിയല്ലാഹു അൻഹു വിശദീകരിക്കുന്നത്, ഇവിടെ കുറെ കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഒന്ന്, അന്നൽ ഇസ്തിഗാല ബിൽ ഇസ്തിഹ്സാഇ, പരിഹാസം എന്ന് പറയുന്ന സംഗതിയിൽ ആയക്കൂനു ഇല്ലാ ബി സബബിൽ ജഹ്ലി, അത് വിവരക്കേട് കൊണ്ടേ ഉണ്ടാവുള്ളൂ. അതായത് വിവരമില്ലാത്ത എന്താ പറയാ നമ്മള്, വിവരമില്ലാത്ത ബോധമില്ലാത്തവനാ പരിഹസിക്ക. അപ്പൊ മൻസിബുൻ നുബുവത്തി എന്ന പ്രവാചകത്വം എന്ന ആ പൊസിഷൻ ലാ യഹ്തമിലുൽ ഇഖ്ദാമു അലൽ ഇസ്തിഹ്സാഇ, അതൊരിക്കലും തന്നെ പരിഹാസത്തിന് പറ്റിയ ആ ഒരു സ്ഥാനമല്ലാത്. അപ്പൊ ഫലം യസ്തഇദ് മൂസാ അലൈഹിസ്സലാം മിൻ നഫ്സി ഷൈഇൽ ലദീ നസബൂഹു ഇലൈഹി ലാകിന്നഹു ഇസ്തആദ മിന സബബിൽ മൂജിബി ലഹു. പരിഹസിക്കുകയാണോ എന്നാണ് ഇവർ ചോദിച്ചത്. മൂസാ നബി അതിന് പറഞ്ഞ മറുപടിയോ, വിവരമില്ലാത്തോലി പെടലിനെ തൊട്ട് അള്ളാഹുവോട് ഞാൻ കാവലിനെ തേടുന്നു. ഇതെന്ത് വർത്താനാ? നിങ്ങൾ പരിഹസിക്കാണോ എന്ന് ചോദിച്ചതിന്റെ നേരെയുള്ള മറുപടി എന്താ? ഞാൻ പരിഹസിച്ചതല്ലാന്നല്ലേ. പക്ഷേ മൂസാ നബി പറഞ്ഞ എന്താ? വിവരക്കേട് ചെയ്യുന്നതിൽ നിന്ന് അള്ളാഹുവോട് ഞാൻ കാവല് തേടുന്നു എന്നാ പറഞ്ഞത്. അതെന്താ അങ്ങനെ പറയാൻ കാരണം? പരിഹസിക്കുക എന്ന ഈ പ്രവർത്തനം വാസ്തവത്തിൽ വിവരമുള്ളവർ ചെയ്യേണ്ടതല്ല. മൂസാ നബി അലൈഹി സ്വലാം നുബുവത്ത് എന്ന മഹത്തായ സ്ഥാനമുള്ളയാളാണ്. നമുക്കറിയാലോ, അള്ളാഹു ഏറ്റവും സ്ഥാനം നൽകിയിട്ടുള്ളവരാണ് നബിമാര്. ആ നബിമാരിൽ നിന്ന് കൂടുതൽ പവറുള്ളവരാണ് 313 മുർസലുകൾ. അവരിൽ നിന്ന് ഒന്നുകൂടി സെലക്റ്റീവ് ആയിട്ടുള്ള പരിഗണനയുള്ളവരാണ് ഉലുൽ അസ്മ് എന്ന് പറയുന്ന സ്ഥാനക്കാര്. ആ ഉലുൽ അസ്മ് എന്ന സ്ഥാനത്തിന് അർഹരായവരിൽ പെട്ടയാളാണ് മൂസാ നബി അലൈഹി സ്വലാം. അപ്പൊ ആ മൂസാ നബി അലൈഹി സ്വലാം പരിഹസിക്കുക എന്ന ജാഹിലീങ്ങളുടെ ഒരു പണി അത് താൻ ചെയ്യൂല. അപ്പൊ ഈ ജാഹിലീങ്ങളുടെ വിഷയം പറഞ്ഞിട്ട് ആ കാരണം ജഹലിന്റെ പരിഹാസത്തിന്റെ കാരണം വിവരക്കേടാണ്. അപ്പൊ വിവരക്കേട് എനിക്കില്ല, അതിനുണ്ടാവായിരുന്നിടത്തോട്ട് അള്ളാഹിനോട് കാവൽ തേടുന്നു എന്ന് പറയുമ്പോ മൂസാ നബി അലൈഹി സ്വലാം ഞാൻ പരിഹസിക്കുന്നില്ല എന്ന് പറയുന്നതിനേക്കാളും അർത്ഥവത്തായിട്ടുള്ള വാക്കാണ് പരിഹാസത്തിലേക്ക് നയിക്കാൻ, അതേപോലെ തന്നെ മറ്റൊരുപാട് അബദ്ധങ്ങളിലേക്ക് നയിക്കാൻ സാധ്യതയുള്ള ഒരു ദുസ്വഭാവമാകുന്നു ജഹ്ല് എന്ന് പറയുന്നത്. ആ ജാഹിലീങ്ങളിൽ ഞാൻ പെടലിനെ തൊട്ട് അള്ളാഹുവോട് കാവൽ തേടുന്നു, അതായത് ഞാൻ നിങ്ങളെ പരിഹസിച്ചിട്ടില്ല എന്നർത്ഥം. അത് ആലങ്കാരികമായിട്ട് പറഞ്ഞതാണ് സാരം. ഇനി മറ്റൊരു വ്യാഖ്യാനം, അഊദു ബില്ലാഹി, അള്ളാഹുവോട് ഞാൻ കാവല് തേടുന്നു അൻ അകൂന മിനൽ ജാഹിലീന, വിവരമില്ലാത്തവരിൽ പെടലിനെ തൊട്ട് എന്ന് മൂസാ നബി അലൈഹി സ്വലാം പറഞ്ഞു. എന്താ പറയാൻ കാരണം? ബിമാ ഫിൽ ഇസ്തിഹ്സാഇ, പരിഹസിക്കുന്നതിലുണ്ട്, ഫി അംരി ദീനി, ദീനിന്റെ കാര്യത്തിൽ, മിനൽ ഇഖാബി ശദീദി വൽ വഈദിൽ അളീമി, വലിയ ശിക്ഷയും അതേപോലെ തന്നെ വല്ലാത്ത താക്കീതും അല്ലാഹു സുബ്ഹാനഹു വ തആല എന്ത് ചെയ്തിട്ടുണ്ട്? താക്കീത് ശക്തമായിട്ട് ആ വിഷയത്തിൽ നൽകിയിട്ടുണ്ട്. അബ്ബാസ് പുല്ലൂർ ഓക്കെ തറയിൽ ഓഡിറ്റോറിയത്തിൽ നിന്നുള്ള ലൈവ് ഉണ്ടെങ്കിൽ കൊടുക്കാൻ സംവിധാനം ഉണ്ടെങ്കിൽ അതിനെ കുറിച്ച് ആലോചിക്കാവുന്നതാണ് എന്നുകൂടി സൂചിപ്പിക്കുന്നു അബ്ബാസ് പുല്ലൂരിനോട്. ഏതായാലും ഇൻഷാ അല്ലാഹ് അണ്ണാർക്കാട് നല്ലൊരു പരിപാടി നടക്കുന്നുണ്ട്, അതിനെ കുറിച്ചാ പറഞ്ഞേ. ഏതായാലും അപ്പോ പരിഹാസം എന്ന് പറഞ്ഞത് ഭയങ്കര കുറ്റം കിട്ടുന്ന സംഗതിയാണ്. ഫൈനി മത്താലിം തുദാലിക്ക, അതെനിക്കറിയാലോ. മൂസാ നബി അലൈഹി സ്വലാം പറയാൻ അതെനിക്കറിയാമെന്നിരിക്കെ ഇംതന ഇഖ്ദാമി അൽ ഇസ്തിഹ്സാഇ, ഞാൻ എങ്ങനെയാണ് ആ കുറ്റത്തിന് കാരണമാകുന്ന
വമ്പിച്ച ശിക്ഷ കിട്ടാൻ കാരണമാകുന്ന ആ പ്രവർത്തനത്തിലേക്ക് ഞാൻ എങ്ങനെ കടക്കും എന്ന് മൂസാ നബി അലൈഹി ഇസ്ലാം അത് വിശദീകരിച്ചു കൊടുത്തതാണ്. ഏതായാലും ശരി, അങ്ങനെ മൂസാ നബി അലൈഹിസ്സലാം പറഞ്ഞപ്പോ അതിന് നമുക്കൊരു കാര്യം മനസ്സിലായി. എന്താ? വഅലം അന്ന ഹാദൽ ഖൗല മിൻ മൂസാ അലൈഹിസ്സലാം യദുല്ലു അലാ അന്നൽ ഇസ്തിഹ്സാഅ മിനൽ കബായിരിൽ ഇളാമി. വലിയ കുറ്റങ്ങളിൽപ്പെട്ടതാകുന്നു പരിഹാസം എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഖുർആൻ തന്നെ നമ്മളോട് പറഞ്ഞിട്ടുണ്ടല്ലോ, ലാ യസ്ഖർ ഖൗമുൻ മിൻ ഖൗമിൻ അസാ അൻ യകൂനു ഖൈറൻ മിൻഹും. അല്ലെ, ഒരു കൂട്ടർ മറ്റൊരു കൂട്ടരെ പരിഹസിക്കരുത്. ഒരാൾ മറ്റൊരാളെ പരിഹസിക്കുമ്പോൾ പരിഹസിക്കപ്പെടുന്നവൻ ഒരു പക്ഷേ അള്ളാഹുവിന്റെ അടുക്കൽ പരിഹസിക്കുന്നവനേക്കാൾ ഏറ്റവും പവറുള്ളവനും ഉത്തമനുമായിരിക്കാം. അതുകൊണ്ട് തന്നെ അവനവന്റെ ശവക്കുഴി തോണ്ടുക എന്ന് പറഞ്ഞതുപോലത്തെ അരുതായ്മയോ അപകടമോ ആയിരിക്കും പലപ്പോഴും പരിഹാസം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ പരിഹസിക്കാൻ നിൽക്കരുത് എന്ന് വളരെ വ്യക്തമായതെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ഇനി ഏതായാലും ശരി, ഒരു പശുവിനെ അറക്കാൻ വേണ്ടി അവരോട് കൽപ്പിച്ചു. ആ പശുവിനെ അറക്കാൻ വേണ്ടി കൽപ്പിച്ചപ്പോൾ എന്തിനായിരുന്നു ഒരു പശുവിനെ അറക്കണതിന് പകരം എങ്ങനത്തെ പശുവിനെയാണ് അറക്കേണ്ടത് എന്നവർ ചോദിച്ചത്? അതിന് കുറെ കാരണങ്ങൾ ഇമാം റാസി റളിയല്ലാഹു അൻഹു പറയുന്നു. ഒന്ന്, അന്ന മൂസാ അലൈഹിസ്സലാം ലമ്മ അഖ്ബറഹും ബിഅന്നഹും ഇദാ ദബഹുൽ ബഖറത വളറബുൽ ഖതീല ബിബഅലിഹാ സാറ ഹയ്യൻ. ഒരു പശുവിനെ അറുത്ത് അതിന്റെ അല്പഭാഗം കൊണ്ട് മരിച്ചു കിടക്കുന്ന ആളെ അടിച്ചാൽ അയാൾ ജീവിക്കും എന്ന് മൂസാ നബി അലൈഹിസ്സലാം പറഞ്ഞപ്പോൾ തഅജ്ജബു മിൻ അംരി തിൽക്കൽ ബഖറ, ആ പശുവിന്റെ കാര്യം ആലോചിച്ചിട്ട് അവർക്ക് അത്ഭുതം തോന്നി. ഈ പശു കൊള്ളാലോ, ഇതിന്റെ ഒരു ഭാഗം എടുത്തിട്ട് മരിച്ചു കിടക്കുന്ന ആളെ അടിച്ചാൽ എന്ത് ചെയ്യും? അയാൾ ജീവിക്കൂച്ചെങ്കിൽ ഇതൊരു അത്ഭുതമുള്ള പശു ആയിരിക്കുമല്ലോ എന്ന് അവർക്ക് തോന്നി. അങ്ങനെ തോന്നിയപ്പോൾ അന്ന തിൽക്കൽ ബഖറത്തല്ലത്തി യകൂനു ലഹാ മിസ്ലു ഹാദിഹിൽ ഖാസ, ഈ പ്രത്യേകതയുള്ള പശു ലാ തകൂനു ഇല്ലാ ബഖറത്തൻ മുഅയ്യനൻ, ഒരു നിശ്ചിത പശു ആയിരിക്കും. നിശ്ചിത വ്യവസ്ഥകളും നിശ്ചിത സ്വഭാവങ്ങളും ഒക്കെ അടങ്ങിയിട്ടുള്ള പശു ആകാൻ നിവൃത്തിയുള്ളൂ. കാരണം ഏതെങ്കിലും ഒരു പശുവിന്റെ എല്ലെടുത്തിട്ട് ഒരാൾ അടിച്ചാൽ മരിച്ചോല് ജീവിക്കൊന്നുമില്ല. അപ്പൊ ഈ പശുവിന്റെ എല്ലെടുത്ത് അടിച്ചിട്ട് മരിച്ചോല് ജീവിക്കണമെങ്കിൽ ഈ പശു എന്തായിരിക്കണം? ഒരു വല്ലാത്ത പ്രത്യേകത ഉള്ള പശു ആയിരിക്കണം എന്ന് അവർ മനസ്സിലാക്കി. അപ്പോൾ അവരെന്ത് ചെയ്തു? ആ പശുവിന്റെ വിശേഷണങ്ങളെ കുറിച്ച് മൂസാ നബി അലൈഹി സ്വലാമിനോട് ചോദിച്ചു. ഏതുപോലെ കാസാ മൂസ അൽ മഖ്സൂസത്തി മിൻ ബൈനി സാഇരിൽ അസാ ബിതിൽകൽ ഖവാസി. മൂസാ നബി അലൈഹി സ്വലാമിന്റെ കയ്യിലുണ്ടായിരുന്ന വടി അതൊരു സാധാരണ വടിയായിരുന്നുവോ? അല്ല. സാധാരണ വടി കൊണ്ട് നടക്കാത്ത ഒട്ടനവധി കാര്യങ്ങൾ മൂസാ നബി അലൈഹി സ്വലാമിന്റെ വടി കൊണ്ട് നടന്നിരുന്നില്ലേ? ഇതേപോലെ ഈ പശുവിന്റെ ശരീരത്തിന്റെ ഒരു ഭാഗം എടുത്തിട്ട് അടിച്ചാൽ മരിച്ചാൽ ജീവിക്കുമെങ്കിൽ ഇതൊരു അത്ഭുത പശു ആയിരിക്കുമെന്ന് അവർ മനസ്സിലാക്കി. അതുകൊണ്ടാണ് പശുവിന്റെ വിശേഷണങ്ങൾ തേടി അവർ പോയത്. വാസ്തവത്തിൽ അവിടുത്തെ സംഭവം എന്താ? അവിടുത്തെ സംഭവം ഇല്ലാ അന്നൽ ഖൗമ കാനു മുഖ്തിഈന ഫി ദാലിക, ഈ നിരീക്ഷണത്തിൽ അവർക്ക് അബദ്ധം പറ്റിയിരുന്നു. ഇത് പശുവിന്റെ പ്രത്യേകതയാണ് എന്ന് അവർ ധരിച്ചതിൽ അവർക്ക് അബദ്ധം പറ്റിയിരുന്നു. കാരണം എന്താ? ലിഅന്ന ഹാദിഹിൽ ആയത്തുൽ അജീബ, ഇപ്പറഞ്ഞ അത്ഭുതം അത് മാകാനത്ത് ഖാസിയത്തുൽ ബഖറത്തി, അത് പശുവിന്റെ പ്രത്യേകത ആയിരുന്നില്ല. അത് പശുവിന്റെ പ്രത്യേകതയായിരുന്നില്ല. മറിച്ച് ബൽ കാനത്ത് മുഅ്ജിസത്തൻ യുദ്ഹിറുഹു അല്ലാഹു തആല അലാ യദി മൂസാ അലൈഹിസ്സലാം, മൂസാ നബി അലൈഹിസ്സലാമിലൂടെ അല്ലാഹു തആല വെളിപ്പെടുത്തുന്ന ഒരു അത്ഭുത സിദ്ധിയായിരുന്നു അത്. അത് ആ പശുവിന്റെ, അത് ഏത് പശുവിന്റെ ശരീരം കൊണ്ടടിച്ചാലും കിട്ടും. കാരണം എന്താ? പശുവിന്റെ പ്രത്യേകതയല്ല അത്, മൂസാ നബിയിലൂടെ അല്ലാഹു തആല വെളിപ്പെടുത്തിയ ഒരു അമാനുഷിക സിദ്ധിയായിരുന്നു അത്. അതേപോലെ തന്നെയാണ് മൂസാ നബി അലൈഹി ഇസ്ലാമിന്റെ വടി. ആ വടിക്ക് അള്ളാഹു നൽകിയ പ്രത്യേകതയാണ്, അല്ലാതെ അല്ലാത്തൊരു സംഭവം അല്ല ആ വിഷയത്തിലുള്ളത് എന്നവർ മനസ്സിലാക്കുന്നതിൽ അവർക്ക് അബദ്ധം പറ്റി. എന്നിട്ട് ഇങ്ങനത്തെ ഒരു പശു ആണെങ്കിൽ അതിന് കുറെ സംഗതികൾ ഉണ്ടാവും എന്ന് മനസ്സിലാക്കി. മനസ്സിലായില്ല? പക്ഷെ മനസ്സിലാക്കിയാൽ ഓൾക്ക് എന്ത് പറ്റിയെന്ന് മാത്രം, അബദ്ധം പറ്റിയെന്ന് മാത്രം. പണ്ട് കുരുടൻ കൊക്കിനെ കണ്ട മാതിരി കണ്ണുവട്ടൻ പറഞ്ഞില്ലേ? കണ്ണുവട്ടൻ, രണ്ട് കണ്ണോട്ടന്മാരിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോ എടാ എന്റെ കുട്ടി പാലുടിച്ച് മരിച്ചു പറഞ്ഞു ഒരു കണ്ണോട്ടൻ. അപ്പൊ മറ്റേ കണ്ണോട്ടം പറഞ്ഞു എന്ത്? അതെങ്ങനെടാ പാലുടിച്ച് മരിക്കണേ? അതോ പാല് കുടിച്ചിട്ട് മരിച്ചു. അപ്പൊ പാലെങ്ങനെയാണെന്ന് വെച്ചു. അത് ഈ കൊക്ക് പറഞ്ഞ ജീവില്ല അതിന്റെ മാതിരിയാണ് പറഞ്ഞു. അപ്പൊ കൊക്ക എങ്ങനെ വെച്ചു? അപ്പൊ കണ്ണോട്ടൻ ഇങ്ങനെ ഈ കൈ ഇങ്ങനെ മടക്കി പിടിച്ച് കാണിച്ചു കൊടുത്തു. അപ്പൊ അയാൾ ഇങ്ങനെ കയ്യും ഇങ്ങനെ ഇത് കുടിച്ചാൽ കുട്ടിയല്ല വലിയവരും മരിക്കും എന്ന് പറഞ്ഞു. മനസ്സിലായില്ലേ? എന്ന് പറഞ്ഞ മാതിരി അവർക്ക് എന്ത് ചെയ്തത്? മനസ്സിലാക്കി കൊടുത്ത അബദ്ധം പറ്റിയതാണ്. അതാണ് അതിന്റെ കാരണം എന്നാണ് ഇമാം റാസി റളിയല്ലാഹു അൻഹു വിശദീകരിക്കുന്നത്. പശുവിനെ കുറിച്ച് അവർ ചോദിക്കാൻ കാരണം ഇത് എങ്ങനത്തെ പശുവാണ് എന്നുള്ള അത്ഭുതം ചോദിക്കാൻ കാരണം ഇതൊരു അത്ഭുത പശു ആയിരിക്കും, അതുകൊണ്ട് ഒരു നോർമൽ ആയിട്ടുള്ള ഒരു പശുവിനെ അർത്ഥം മതിയാകൂല എന്നൊരു ചിന്തിച്ചതാണ്. മറ്റൊരു വ്യാഖ്യാനം ലഅല്ലൽ ഖൗമ അറാദു ബഖറത്തൻ അയ്യ ബഖറത്തിൻ കാനത്ത്, ഏത് പശു ആയാലും കുഴപ്പമില്ല എന്ന് തന്നെ ജനങ്ങൾ മനസ്സിലാക്കി. പക്ഷെ ഇല്ല അന്നൽ ഖാത്തില, കൊല നടത്തിയ ആള് ഖാഫ, അയാൾ പേടിച്ചു, മിനൽ ഫളിഹ,
ഇതിപ്പോ വഷളാവുമല്ലോ. കാരണം ആ പശുവിനെ അതിന്റെ ശരീരം കൊണ്ട് എന്തെങ്കിലും അടിച്ചാൽ, ഈ മരിച്ചു കിടക്കുന്ന ആളെ അടിച്ചാൽ അയാൾ ജനിച്ചിട്ട് എന്ത് പറഞ്ഞു കൊടുക്കും? ജനിച്ചിട്ട് പിന്നെ മരിച്ച ആളെ പറഞ്ഞു കൊടുക്കും. അങ്ങനെ പറയുമ്പോ എന്റെ പേരാണല്ലോ പറയാ. ഇങ്ങനെയുള്ള ഓരോരുത്തരെ പിടിക്കുമ്പോ പുതിയ പുതിയ ആൾക്കാർ ഇങ്ങനെ പ്രതികളായിട്ട് വരുന്ന നമ്മൾ കാണല്ലേ ഓരോ കേസിലും. അപ്പൊ എന്റെ പേര് അയാളാ മരിച്ചെടുക്കണ ചങ്ങായി പറഞ്ഞാല് ഞാൻ വഷളാവുമല്ലോ എന്ന് ആര് പേടിച്ചു? യഥാർത്ഥത്തിൽ കൊല നടത്തിയ ആള് പേടിച്ചു. അങ്ങനെ ഫാൽക്ക ശുബഹീനി, ആ പശുവിനെ കുറിച്ചുള്ള വിശദീകരണങ്ങൾ തേടുന്നതിൽ സംശയങ്ങൾ അയാളാണ് ഉണ്ടാക്കിയത്. വഖാല പിന്നെ അൽ മഅ്മൂറു ബിഹി ബഖറത്തുൻ മുഅയ്യന ലാ മുത്ലഖുൽ ബഖറ. അയാള് പറഞ്ഞു, അതെ, ഒരു പശുവിനെ, ഏതെങ്കിലും പശുവിനെ അറുത്തിട്ടൊന്നും കാര്യമല്ല, അതിന്റെ എല്ലെടുത്തിട്ട് അടിച്ചാൽ കൊലയാളി ആരാന്ന് പറയണമെങ്കിൽ അതൊരു പ്രത്യേകതയുള്ള പശു ആയിരിക്കും, അതുകൊണ്ട് അതിന്റെ വിശദീകരണം നമ്മൾ ചോദിക്കണം എന്ന് പറഞ്ഞ് വിശദീകരണങ്ങൾ കൂടുതൽ അയാളാണ് എന്ത് ചെയ്തത്? ചോദിപ്പിച്ചത് എന്ന് മറ്റൊരു വ്യാഖ്യാനം. പിന്നെ ഫലമാവക്കായത്തിൽ മുനാസായത്തു ഫീഹി റജഉ ഇൻദ ദാലിക ഇലാ മൂസ. അങ്ങനെ ഓല് തമ്മിൽ ചർച്ചയായി. അതായത് പശുവിനെ അറക്കണമെന്ന് മൂസാ നബി പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് നമ്മളൊരു പശുവിനെ സംഘടിപ്പിക്കല്ലേ എന്ന് ആളുകൾ പറഞ്ഞു. ആളുകൾ പറഞ്ഞ ഉടനെ സിദ്ദീഖ് എന്താ ലൈവ് ഉണ്ടോ? സിദ്ദീഖ് പുളിക്കൽ ലൈവ് ഉണ്ടോ? സിദ്ദീഖ് കേൾക്കുന്നുണ്ടോ? അതോ ഒന്നാം സഫിൽ വന്നിരുന്നതാ? ശരിയാ, ഒന്നുമില്ല അല്ലേ? അപ്പൊ ഒന്നാം സഫിൽ വന്നിരിക്കാനാ. ശരി. അപ്പോ പിന്നെ ബറക്കല്ലാഹു ഫീക്ക്. പിന്നെ ഈ പശുവിനെ കുറിച്ച് ഇയാൾ എന്ത് ചെയ്തു? ജനങ്ങളടിയിൽ വസ്വാസം ഉണ്ടാക്കി. എന്ത് നിങ്ങളാ വിചാരിച്ചമായിരുന്നല്ല, ആ പശു എന്തോ പ്രത്യേകതയുള്ള പശു ആയിരിക്കും, അതുകൊണ്ട് അതിനെക്കുറിച്ച് നമ്മളങ്ങനെ പെട്ടെന്ന് ഏതെങ്കിലും പശുവിനെ മണ്ടി ചെന്ന് അറുത്തിട്ട് കാര്യമൊന്നുമില്ല എന്ന് അവര് പറഞ്ഞപ്പോൾ അവർക്കിടയിൽ തർക്കായി. അപ്പൊ അവര് മൂസാ നബി അലൈഹി ഇസ്ലാമിന്റെ അടുത്ത് ചെന്നു, മൂസാ നബിയെ, ഈ പശുവിനെ കുറിച്ച് ഞങ്ങൾക്ക് ചില സംശയങ്ങളുണ്ട്, അതൊന്ന് തീർക്കണം, എന്നിട്ടേ പശുവിനെ അറക്കാൻ പറ്റുള്ളൂ. അങ്ങനെയാണ് അവരുടെ ചോദ്യം ഉണ്ടായത്. മറ്റൊരു വ്യാഖ്യാനം, അന്നൽ ഖിതാബൽ അവ്വല വഇന്ന ഫാദൽ ഉമൂമ ഇല്ലാ അന്നൽ ഖൗമ അറാദുൽ ഇഹ്തിയാത ഫീഹി. ഏത് പശുവിനെ അർത്താലും മദീന അവർ മനസ്സിലാക്കിയെങ്കിലും അവർ സ്വയം ആ പശുവിന്റെ വിഷയത്തില് ഒരു സൂക്ഷ്മത പുലർത്താൻ തീരുമാനിച്ചു. കാരണം എന്താ? ഈ പശുവിന്റെ എല്ലുകൊണ്ട് അടിച്ചാല് ആള് ജീവിക്കണ്ടേ? അപ്പൊ അതിന് പറ്റണ വിധത്തില് അതിന്റെ വിഷയത്തിൽ ഒരു സൂക്ഷ്മത പുലർത്താൻ അവർ സ്വയമാണ് തീരുമാനിച്ചു. ഫസഅലു തലബൻ ലി മസീദിൽ ബയാനി വഇസാലത്തൻ ലി സായിരിൽ ഇഹ്തിമാലാത്തി. അവര് വിശദീകരണം ചോദിക്കുകയും മറ്റു സാധ്യതകളെ ഒഴിവാക്കാൻ തീരുമാനിക്കുകയും ചെയ്തു. ഇല്ലാ അന്നൽ മസ്ലഹത്ത തഗയ്യറത്ത് വഖ്തലത്തിൽ അംറ ബിദബിഹിൽ ബഖറത്തിൽ മുഅയ്യന. അങ്ങനെ വന്നപ്പോ എന്തായി? അവിടെ പിന്നെ അവരുദ്ദേശിച്ച വിധത്തിലായ ഇഹ്തിയാത്തിന്റെ സൂക്ഷ്മതയുടെ റൂട്ടിലേക്ക് പോയപ്പോ ഒരുപാട് കാര്യങ്ങൾ വരികയും പ്രത്യേകമായൊരു പശുവായിട്ട് അത് മാറുകയും ചെയ്തു. എന്തായാലും അങ്ങനെ പശുവിനെ അറക്കാൻ വേണ്ടി അവർ നിർദ്ദേശിക്കപ്പെട്ടു. പശുവിനെ കുറിച്ചുള്ള വിശദീകരണങ്ങൾ അവർ ചോദിച്ചു. പശുവിനെ കുറിച്ചുള്ള വിശദീകരണം ചോദിച്ചപ്പോ ഒന്നാമത് കിട്ടിയ വിശദീകരണം, ഇന്നഹ ബഖറത്തുല്ലാ ഫാരിദുൻ വലാ ബിക്റുൻ. അത് വയസ്സ് കൂടിയതുമല്ല, പറ്റേ വയസ്സ് കുറഞ്ഞതുമല്ല, അവാനും ബൈന ദാലിക്. അത് രണ്ടിന്റെയും ഇടക്കുള്ള ഒരു പശുവാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ടെന്ന് മൂസാ നബി അലൈഹി സ്വലാം പറയുകയും എന്നിട്ട് അവരോട് പറഞ്ഞു, ഫഫ്അലു മാ തുഅ്മറൂൻ, നിങ്ങളോട് കൽപ്പിക്കപ്പെട്ടത് നിങ്ങൾ ചെയ്യുക. അതായത് ഇപ്പറഞ്ഞതുമ്പോ നിർത്തിക്കോൾ, ഇനി എന്ത് ചെയ്യേണ്ട, അടുത്ത ചോദ്യത്തിക്ക് പോണ്ടെന്നാണ് വാസ്തവത്തിൽ ആ പറഞ്ഞതിന്റെ ചുരുക്കം. പക്ഷെ എന്തിനാണ് മൂസാ നബി അലൈഹി സ്വലാം അങ്ങനെ പറയണെന്ന് ആർക്ക് മനസ്സിലായില്ല? മറ്റേക്ക് മനസ്സിലായില്ല. അങ്ങനെ ഉണ്ടല്ലോ, ചിലത് പറയുമ്പോ ചിലർക്കാണ് മനസ്സിലാവൂ എന്തിനാപ്പാ പറഞ്ഞതെന്ന്, ചിലർക്ക് മനസ്സിലാവൂല. ലൈവ് ഉണ്ടോന്നൊക്കെ ചോദിക്കണ മാതിരി. അത് മനസ്സിലാവുന്ന ആൾക്കാര് എന്ത് ചെയ്യൂ? മനസ്സിലാവുന്ന ആൾക്കാർ അയിമ നിർത്തും. പക്ഷെ മൂസാ നബി അലൈഹി സ്വലാം ആ പറഞ്ഞത് എന്തിനാന്ന് ആർക്ക് മനസ്സിലായില്ല? ഇച്ചകൈമാർക്ക് മനസ്സിലായില്ല. അതുകൊണ്ട് അവരെന്ത് ചെയ്തു? വീണ്ടും അടുത്ത ചോദ്യങ്ങൾ ചോദിച്ചു. ആ ചോദ്യങ്ങൾ ഇങ്ങനെ ചോദിച്ചു വന്നപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് അതിങ്ങനെ കൂടുതൽ എന്താക്കി കൊടുത്തു? ശക്തിയാക്കി കൊടുക്കുകയും അതിനെക്കുറിച്ചുള്ള ചർച്ച സജീവാവുകയും ചെയ്തു. നേരത്തെ നമ്മൾ പറഞ്ഞ ആയത്തിന്റെ ഭാഗങ്ങൾ ഇനി അവിടെ മനസ്സിലാക്കിയാൽ മതി. ഒന്ന് പശു പിന്നെ അതിന്റെ വയസ്സിനെ കുറിച്ച് പറഞ്ഞു, രണ്ടാമത് അതിന്റെ നിറത്തെക്കുറിച്ച് പറഞ്ഞു, മഞ്ഞ നിറായിരിക്കണം എന്ന് പറഞ്ഞു. അത് മഞ്ഞ നിറായിരിക്കണം എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞതിന് ശേഷം വീണ്ടും പശുവിനെ കുറിച്ച് അവർ ചോദിച്ചു. അപ്പോൾ പിന്നെ കന്ന് പൂട്ടാൻ ഉപയോഗിച്ചതോ അല്ലെങ്കിൽ വെള്ളം കോരാൻ ഉപയോഗിച്ചതോ ആയിട്ടുള്ള എന്തെങ്കിലും ജോലികൾ ചെയ്യിപ്പിച്ചുകൊണ്ട് ക്ഷീണിച്ചതാകാൻ പാടില്ല. അതേപോലെ തന്നെ മറ്റു പോരായ്മകളും അയ്ബുകളൊന്നും ഉള്ളതാകാൻ പാടില്ല
എന്ന അർത്ഥത്തിൽ ബഹുമാനപ്പെട്ട മൂസ നബി അലൈഹി സ്വലാം വിശദീകരിച്ചപ്പോൾ എന്ത് ചെയ്തു? അവർ പറഞ്ഞു, പിന്നെ അള്ളാഹു ഉദ്ദേശിക്കുകയാണെങ്കിൽ ഞങ്ങൾ എന്താകും, ആ പശുവിനെ അറുക്കുക തന്നെ ചെയ്യും എന്നവർ പറഞ്ഞു. ആ ഇൻഷാ അല്ലാ എന്ന വാക്ക് അവർ പറഞ്ഞില്ലായിരുന്നുവെങ്കിൽ വാസ്തവത്തിൽ അവരെന്താകുമായിരുന്നു? അവർ അത് അറുക്കാൻ പറ്റുന്ന ഒരവസ്ഥയിലേക്ക് അവരെത്തുമായിരുന്നില്ല എന്നാണ് പണ്ഡിതന്മാർ ഇവിടെ വിശദീകരിക്കുന്നത്. അവിടെയാണ് മഹാനായ ഇമാം റാസി റളിയല്ലാഹു അൻഹു രേഖപ്പെടുത്തുന്നത് കാണാം. ഖാലൽ ഹസനുൽ ബസരി റളിയല്ലാഹു അൻഹു പറഞ്ഞു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അന്നഹു ഖാൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതായി ഇവിടെ, വല്ലദീ നഫ്സു മുഹമ്മദിൻ ബിയദിഹി, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നിയന്ത്രണം ഏതൊരു തമ്പുരാനാണോ നടത്തുന്നത് ആ റബ്ബിനെ തന്നെ സത്യം, ലൗലം യഖൂലു ഇൻഷാ അല്ലാഹ്, അവർ ഇൻഷാ അല്ലാഹ് എന്ന് പറഞ്ഞില്ലായിരുന്നുവെങ്കിൽ ലഹീല ബൈനഹും വബൈനഹാ അബദാ, അവരുടെയും ആ പശുവിന്റെയും ഇടയിൽ കാലാകാലം മറയിടപ്പെടുമായിരുന്നു. ചാൽ ആ പശുവിനെ കണ്ടെത്താൻ അവർക്ക് സാധിക്കുമായിരുന്നില്ല. ഇപ്പറഞ്ഞ വിശേഷണങ്ങളൊക്കെ ഉള്ളൊരു പശുവിനെ കണ്ടെത്താൻ അവർക്ക് സാധിക്കുമായിരുന്നില്ല. പക്ഷെ അവരുടെ ഇൻഷാ അല്ലാഹ് എന്ന ആ ഒരു വാക്ക് അതൊരു വല്ലാത്ത ബറക്കത്തിന്റെ വാക്കാണ്. അതുകൊണ്ടാണ് അവർക്കത് നടപ്പാക്കാൻ സാധിച്ചത്. വയലം അന്നദാലിക യദുല്ലു അലാ അന്ന തലഫുള ബിഹാദിഹിൽ കലിമ, ഈ വാക്ക് പറയൽ, അതായത് ഇൻഷാ അല്ലാഹ് എന്ന് പറയൽ, മന്ദൂബുൻ, അത് സുന്നത്താണ്, ഫീ കുല്ലി അമലിൻ യുറാദു തഹ്സീലുഹു, പിന്നീട് നടപ്പാക്കണമെന്ന് ഉദ്ദേശിക്കുന്ന ഏതു കാര്യത്തിലും ഇൻഷാ അല്ലാഹ് എന്ന് പറയൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. വലിദാലിക ഖാല അല്ലാഹു തആല ലി മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അല്ലാഹു പറഞ്ഞത്. സൂറത്തുൽ കഹ്ഫിൽ നമുക്ക് കാണാം, വലാ തഖൂലന്ന ലിശൈഇൻ ഇല്ല വലാ തഖൂലന്ന ലിശൈഇൻ ഇന്നി ഫാഇലുൻ ദാലിക ഗദാ ഇല്ലാ അൻ യശാ അല്ലാഹ്, നാളെ പ്രവർത്തിക്കും എന്ന് പറയുന്ന ഏതൊരു കാര്യത്തിലും അഥവാ പിന്നീട് നടക്കാൻ പോകുന്നത് എന്ന അർത്ഥത്തിൽ നിങ്ങൾ ചെയ്യാനോ ചെയ്യാതിരിക്കാനോ ഉദ്ദേശിക്കുന്ന സംഗതികൾ, ഭാവിയിൽ നിങ്ങൾ പ്രാവർത്തിക രംഗത്ത് കൊണ്ടുവരാൻ പോകുന്ന വിഷയങ്ങൾ, അതേക്കുറിച്ചൊക്കെ സംസാരിക്കുന്ന സമയത്ത് ഇൻഷാ അല്ലാഹ് പറഞ്ഞിട്ടല്ലാതെ നിങ്ങൾ പറയാൻ പാടില്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുണ്ട് നബി സല്ലല്ലാഹു നിങ്ങളോട്. അത് പറയാനൊരു കാരണം വിശദീകരിക്കപ്പെട്ടിട്ടുണ്ട്, ഞാൻ ആ ഭാഗത്തേക്ക് ഇപ്പൊ പോണില്ല. വഫീഹി ഇസ്തിആനത്തും ബില്ലാഹ്, ഈ പറഞ്ഞതിൽ നിന്ന് ഈ ഇൻഷാ അല്ലാഹ് പറയണതിലുണ്ട് ഇസ്തിആനത്തും ബില്ലാഹ്, അള്ളാഹുവോട് സഹായം തേടലുണ്ട്. വതഫ്വീലുൽ അംരി ഇലൈഹി, കാര്യത്തെ അള്ളാഹുലേക്ക് ഏൽപ്പിക്കലുമുണ്ട്. വൽഇഅ്തിറാഫു ബിഖുദ്റതിഹി വഇൻഫാദി മശിയതിഹി, അള്ളാഹുവിന്റെ ഖുദ്റത്ത് സമ്മതിക്കലും അതേപോലെ നഫാദി മശിയതിഹി, അള്ളാഹു തആല വിചാരിച്ചതേ നടപ്പാകൂ എന്നുള്ള സമ്മതിക്കലും ആ കൂട്ടത്തിലുണ്ട്. കാര്യങ്ങൾ അള്ളാഹുവിനോട് സഹായം തേടലും വിഷയങ്ങളുടെ തന്നെ അല്ലാതെ ഒന്നും ചെയ്യാൻ സാധിക്കില്ല എന്നുള്ള പ്രഖ്യാപനവും ഒക്കെ അതിൽ അടങ്ങിയിട്ടുണ്ട് എന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് എന്ന് ബഹുമാനപ്പെട്ട ഇമാം റാസി റളിയല്ലാഹു അൻഹു രേഖപ്പെടുത്തി. അതുകൊണ്ട് നമ്മളൊക്കെ തന്നെ ഏതു വരാനിരിക്കുന്ന സംഗതികളെ കുറിച്ച് പറയുമ്പോഴും ഇൻഷാ അല്ലാഹ് പറയാതെ ഒരു വിഷയവും പറയരുത്. നടക്കാൻ പോണ സംഗതികളെ കുറിച്ച് പറയുമ്പോഴൊക്കെ അത് പ്രാവർത്തികമാക്കാൻ സാധിക്കുമെന്ന് നമുക്കറിയില്ല. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് എന്നത് വാസ്തവത്തിൽ ഒരു തവക്കുലിന്റെ മേലിൽ അറിയിക്കുന്ന പ്രഖ്യാപനമാണ്. അതോടൊപ്പം നമ്മുടെ കഴിവ് കുറവ് സമ്മതിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു നല്ല ഒരു ശുഭലക്ഷണമുള്ള വാക്കുമാണ്. അതുകൊണ്ട് അത് പറയാൻ മടിക്കരുത്, അത് പറയുന്നതിൽ ശ്രദ്ധ കുറവുണ്ടാവരുത് എന്നാണ് ബഹുമാനപ്പെട്ട ഇമാം റാസി റളിയല്ലാഹു അൻഹു ഇവിടെ ഈ ആയത്തിൽ നിന്ന് നമ്മൾ പഠിക്കേണ്ട പാഠമായിട്ട് പറഞ്ഞത്. വമാ കാദു യഫ്അലു എന്ന് പറഞ്ഞല്ലോ ഇതേ സൂറത്തിൽ തന്നെ, ഇതേ ആയത്തുകളുടെ ഇടയിൽ അവർക്കത് ചെയ്യാൻ സാധിക്കുമായിരുന്നില്ല. എന്ത് പറഞ്ഞില്ലായിരുന്നെങ്കിൽ ഈ ഇൻഷാ അല്ലാഹ് പറഞ്ഞതിന്റെ ബലത്തിലാണ് എന്ത് ചെയ്തത്, അവർക്ക് അതിന് സാധിച്ചത്. അപ്പോ നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു സംഗതി പിന്നെ ചെയ്യാൻ പോകുന്ന ഒരു സംഗതി പിന്നെ ചെയ്യുമെന്ന് പറയുമ്പോ തന്നെ ഇൻഷാ അല്ലാഹ് കൂടി പറയുന്നത് അത് നടപ്പാക്കുന്നതിനുള്ള സഹായം അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്ന് ലഭ്യമാകാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആത്മീയമായ ലൈന് ക്ലിയർ ആക്കുന്ന ഒരു മാർഗവും കൂടെയാണെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അങ്ങനെ ഇനി ഇവിടെ ചില ചർച്ചകൾ ഇമാം റാസി റളിയല്ലാഹു അൻഹു ഈ ആയത്തുകളുടെ വ്യാഖ്യാനത്തിൽ വിശദീകരിക്കുന്നു. റുവിയ അന്നഹു കാന ഫി ബനി ഇസ്രായീല ശൈഖുൻ സാലിഹുൻ ലഹു അജല, ബനു ഇസ്രായേലിൽ ഒരു വയസ്സായ മനുഷ്യൻ ഉണ്ടായിരുന്നു, നല്ല മനുഷ്യൻ. ആ മനുഷ്യൻ എന്ത് ചെയ്തു, തന്റെ അടുത്തുണ്ടായ ഒരു പശു ഉണ്ടായിരുന്നു, ആ പശുവിനായിട്ട് കാട്ടിലേക്ക് പോയി. എന്നിട്ട് വക്കാല അദ്ദേഹം പറഞ്ഞു, അല്ലാഹുമ്മ ഇന്നി ഇസ്തൗദഉതുക, ഇത് ഞാനിതാ പടച്ചവനെ ഈ പശുവിനെ ഞാൻ നിന്നെ ഏൽപ്പിക്കുന്നു, ലിബിനി എന്റെ മകന് വേണ്ടി. അങ്ങനെ ആ മകൻ വലുതാകുമ്പോൾ ആ മകൻ ഇത് ഉപയോഗിക്കാൻ വേണ്ടി ഈ പശുവിനെ ഞാനിതാ നിന്റെ അടുത്ത് സൂക്ഷിക്കാൻ ഏൽപ്പിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ആ പശുവിനെ എന്ത് ചെയ്തു, പിന്നെ ആള് കാട്ടിലേക്ക് വിട്ടു.
അങ്ങനെ ആ പശു അങ്ങനെ വലുതായി, ഈ കുട്ടിയും കുറച്ച് വലുതായി. വക്കാന ബർറം ബിവാലിദൈഹി, ആ കുട്ടി മാതാപിതാക്കൾക്ക് നന്നായി ഗുണം ചെയ്യുന്ന കുട്ടിയായിരുന്നു. ഫശബ്ബത്ത്, അങ്ങനെ ആ പശു യുവതിയായി. വക്കാനത്ത് മിൻ അഹ്സനിൽ ബഖരി, ഏറ്റവും നല്ല ഭംഗിയുള്ള പശുക്കളിൽപ്പെട്ടതായിരുന്നു അത്. വാസ്മനിഹ, നന്നായിട്ട് മാംസമുള്ള പശുക്കളിലും തടിച്ചു കൊഴുത്ത നല്ല പശുവായിരുന്നു. അങ്ങനെ ഫതസാവമൂഹൽ യതീമ വ ഉമ്മഹു, ആ അനാഥനായ ആ കുട്ടിയോടും അതേപോലെ തന്നെ അതിന്റെ ഉമ്മയോടും അവരെന്ത് ചെയ്തു, ഇതിന് വില പറഞ്ഞു. ഹത്തസ്തറൗഹാ ബിമിൽഇ മിസ്കിഹാ ദഹബൻ, അതിന്റെ തോല് നിറച്ച് സ്വർണം കൊടുത്തുകൊണ്ട് ആ പശുവിനെ അവര് വാങ്ങി. വക്കാലത്തിൽ ബക്കർത്തു ഇദ്ദാക്ക ബിസലാസത്തി ദനാനീറ, വെറും 3 ദീനാർ കൊടുത്താൽ കിട്ടുന്ന അവസ്ഥ അന്ന് പശുവിനെ വില ഉണ്ടെന്നുള്ളൂ. പക്ഷെ ഇപ്പറഞ്ഞ വ്യവസ്ഥക്കൊത്ത പശു, എന്റെ പശുവാണ്, മാതാപിതാക്കൾക്ക് ഗുണം ചെയ്തതിന്റെ പേരിൽ അങ്ങനെ ഗുണപാഠവും കൂടെ പണ്ഡിതന്മാർ ഇവിടെ രേഖപ്പെടുത്തുന്നത് കാണാൻ സാധിക്കും. നമ്മുടെ മാതാപിതാക്കൾ അവര് മരിച്ചു പോകുന്ന സമയത്ത് മക്കളെ കുറിച്ച് സന്തോഷത്തിന്റെ അവസ്ഥയിൽ ആയിട്ടവരെ നോക്കി മരിപ്പിക്കാനൊക്കെ നമുക്ക് സാധിച്ചാൽ അവരുടെ ആ ലാസ്റ്റ് സമയത്തുണ്ടാകുന്ന പ്രാർത്ഥനകളൊക്കെ നമ്മുടെ ഭാവി ജീവിതത്തിൽ ഏറ്റവും വലിയ പുരോഗതിക്ക് കാരണമാകുമെന്ന് കൂടി ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. അള്ളാഹു നമ്മുടെ മരണപ്പെട്ടു പോയ മാതാപിതാക്കളുടെ ഒക്കെ പരലോകം സന്തോഷമാക്കി കൊടുക്കുമാറാകട്ടെ. ജീവിച്ചിരിക്കുന്ന മാതാപിതാക്കൾക്ക് അള്ളാഹു തആല ദീർഘായുസ്സും ആഫിയത്തും നൽകുമാറാവട്ടെ. അവന്റെ പൊരുത്തത്തിലായി അള്ളാഹു സുബ്ഹാനഹു വ തആല അവർക്കൊക്കെയും ആയുസ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അവർക്ക് ഖിദ്മത്തെടുത്ത് സ്വർഗം വാങ്ങാൻ നമുക്കും അള്ളാഹു തആല ഭാഗ്യം നൽകുമാറാവട്ടെ. അപ്പൊ നമ്മൾ ചിന്തിക്കണം, ഇത് പറയുമ്പോൾ ഈ ചരിത്രം പറയുന്ന സമയത്ത് പലരും അത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. മാതാപിതാക്കൾക്ക് ഗുണം ചെയ്യുന്ന ആളുകൾക്ക് ദുനിയാവിൽ നിന്ന് തന്നെ അതിന്റെ ബെനിഫിറ്റ് അള്ളാഹു സുബ്ഹാനഹു വ തആല എന്താക്കും, നൽകും. അതേ സമയത്ത് തിരിച്ചുണ്ട്, ബാക്കിയുള്ള ഏത് തെറ്റിന്റെ ശിക്ഷയും അള്ളാഹു തആല പരലോകത്തേക്ക് മാറ്റിവെക്കുമെങ്കിൽ മാതാപിതാക്കളെ കഷ്ടപ്പെടുത്തുകയും കണ്ണീര് കുടിപ്പിക്കുകയും ചെയ്തതിനുള്ള ഒരു ശിക്ഷ ഇവിടുന്ന് തന്നെ അള്ളാഹു തആല എന്താക്കും, നൽകും എന്നുകൂടി പണ്ഡിതന്മാർ ഇവിടെ രേഖപ്പെടുത്തിയത് നമുക്ക് കാണാൻ സാധിക്കും. നിങ്ങൾ ചിന്തിച്ചു നോക്കിയേ, ഉമ്മാനോടും ബാപ്പാനോടും അവരുടെ താല്പര്യത്തിനും അവരുടെ ഇഷ്ടത്തിനും വിരുദ്ധമായി പലപ്പോഴും അവര് നോക്കി വലുതാക്കി വളർത്തിക്കൊണ്ടുവന്ന് ഒരു കല്യാണമൊക്കെ കഴിയുന്നതിനോടുകൂടെ ഭാര്യയുടെ തലയണ മന്ത്രം കേട്ടിട്ട് ഉമ്മാനെ കണ്ണീര് കുടിപ്പിക്കുന്ന, ബാപ്പാന്റെ ഇഷ്ടത്തിന് വിരുദ്ധമായി പ്രവർത്തിക്കുന്ന മക്കളായി നമ്മൾ മാറാൻ പാടില്ല എന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. കാരണം എന്താ, നിങ്ങളുടെ മാതാപിതാക്കൾക്ക് നിങ്ങൾ ഗുണം ചെയ്യണം, എന്നാലേ നിങ്ങളുടെ മക്കളിൽ നിന്ന് നിങ്ങൾ ഗുണം പ്രതീക്ഷിക്കേണ്ടതുള്ളൂ എന്ന് നബി സല്ലല്ലാഹു അലൈഹി നിങ്ങൾ പറഞ്ഞിട്ടുണ്ട്. എന്നു മാത്രമല്ല, മറ്റുള്ള ശിക്ഷകളുടെ ഒക്കെ തെറ്റുകളുടെ ഒക്കെ ശിക്ഷ അള്ളാഹു പരലോകത്തേക്ക് മാറ്റിവെക്കുമെങ്കിൽ ദുനിയാവിൽ നിന്ന് തന്നെ അള്ളാഹു തആല ഈ മാതാപിതാക്കളെ ഇടങ്ങേറാക്കണതിന് എന്ത് കൊടുക്കും, ശിക്ഷ കൊടുക്കും. ഇവിടെ മഹാനായ അബുല്ലൈസ് സമർഖന്ദി റളിയല്ലാഹു അൻഹു തന്റെ തംബീഹിൽ ഒരു രസകരമായ സംഭവം ഉദ്ധരിക്കുന്നത് കാണാൻ സാധിക്കും. സാന്ദർഭികമായി എനിക്ക് ഓർമ്മ വന്നതുകൊണ്ട് ഞാൻ പറയാം. ബഹുമാനപ്പെട്ട അബുല്ലൈസ് റളിയല്ലാഹു അൻഹു തന്റെ തംബീഹിൽ രേഖപ്പെടുത്തുകയാണ്, ഒരു ചെറുപ്പക്കാരൻ അദ്ദേഹത്തിന്റെ വാപ്പാൻ എങ്ങനെ ചെരക്കല്ലിലൂടെ കല്ലും മുള്ളൊക്കെ നിറഞ്ഞ വഴിയിലൂടെ ഒരുപാട് ദൂരം വലിച്ചു കൊണ്ടുപോയി. കുറെ ദൂരം വലിക്കണ വരെ ഈ വാപ്പ ഒന്നും പറഞ്ഞില്ല. കുറെ എത്തിയോ പറഞ്ഞു, മോനെ ഇനി മതി, ഇവിടുന്ന് അങ്ങോട്ട് എന്നെ വലിക്കരുത് എന്ന് പറഞ്ഞു. അപ്പൊ കേട്ടാത്തോന്ന് ഇതുവരെ ഇയാൾ പറഞ്ഞു വലിച്ചതാന്ന്. എന്തേ ചോദിച്ചു മകൻ, എന്തേന്ന് ചോദിച്ചു പറഞ്ഞാല്, ഞാൻ ഇതുവരെ എന്റെ വാപ്പാനെ വലിച്ചിട്ടുള്ളൂ. ഞാൻ ഇതുവരെ എന്റെ വാപ്പാനെ വലിച്ചിട്ടുള്ളൂ, അതുകൊണ്ട് ഇവിടുന്ന് അങ്ങോട്ട് വലിച്ചാ പിന്നെ എന്താവും, ഇതുവരെ വലിച്ചത് ഇപ്പൊ ഞാൻ ചെയ്തതിന് കിട്ടിയതാ, കൊടുത്താ കൊല്ലത്തും കിട്ടും എന്ന് പറഞ്ഞില്ലേ, ആ കൊടുത്താ കൊല്ലത്തും കിട്ടും എന്ന് പറഞ്ഞത് കിട്ടിയതാണ്. അതേസമയത്ത് ഇവിടുന്ന് അങ്ങോട്ട് വലിച്ചാൽ കഴിഞ്ഞാൽ അത് നിന്റെ സ്വന്തം കുറ്റായിട്ട് മാറും, അതുകൊണ്ട് ഇവിടുന്ന് അങ്ങോട്ട് വലിക്കരുത്. ഇത് നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മൾ പഠിക്കേണ്ട പാടാണ്. നമ്മുടെ മാതാപിതാക്കൾക്ക് വയസ്സാകുമ്പോ അവര് വലിയ ഒരു നമ്മുടെ പ്രത്യേകമായിട്ടുള്ള കെയർ ആവശ്യമുള്ള ഒരു സന്ദർഭത്തിലെത്തുമ്പോ ആ മാതാപിതാക്കൾക്ക് ആവശ്യമായ കെയർ കൊടുക്കുന്നതിന് പകരം എന്റെ മക്കൾ എന്നെ ശ്രദ്ധിക്കുന്നുണ്ട് എന്ന മനസ്സ് നിറഞ്ഞ സന്തോഷം അവർക്ക് നൽകുന്നതിന് പകരം എന്റെ മക്കൾക്ക് ഞാനൊരു ഭാരമായി പോയോ പടച്ചവനെ എന്ന് മനസ്സിന്റെ ഉള്ളിലെങ്കിലും ഒരു തേങ്ങലിന്റെ, സ്വകാര്യ തേങ്ങലിന്റെ അവസ്ഥയിലേക്ക് നമ്മുടെ ഏതെങ്കിലും ഒരു പ്രവർത്തനം, ഏതെങ്കിലും ഒരു വാക്ക് മാതാപിതാക്കളുടെ മനസ്സിൽ അത്തരത്തിലുള്ള സംശയത്തിന്റെ ഒരു മുൾമുനയിൽ എത്തപ്പെടുന്ന സാഹചര്യം ഉണ്ടാക്കിയാൽ പോലും നമ്മൾ അതിന്റെ ഫലം ദുനിയാവിൽ നിന്ന് അനുഭവിക്കേണ്ടി വരും. അവിടുന്ന് തന്നെ അനുഭവിച്ച് തീരുന്ന് വിചാരിക്കണ്ട, ഇതിന്റെ 10 ഇരട്ടി പരലോകത്തെത്തുമ്പോണ്ടാവും ചെയ്യും. അടിയെത്തിയിട്ടില്ല, വടി വെട്ടാൻ പോയിട്ടുള്ളൂ പറഞ്ഞ മാതിരി ഇവിടുന്നുള്ളത് കൊണ്ട് തീരൊന്നുമില്ല, മറിച്ച് അവിടെ എത്തുമ്പോ പിന്നെയുണ്ടാകും. എന്ന് മാത്രമല്ല
ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് പഠിപ്പിച്ചിട്ടുണ്ടല്ലോ, പുണ്യങ്ങളുടെ പെരുമഴക്കാലമായി അല്ലാഹു സുബ്ഹാനഹു വ തആല ചില സമയങ്ങളെ, ചില സന്ദർഭങ്ങളെ, ചില അവസരങ്ങളൊക്കെ നമുക്ക് നൽകുന്നുണ്ടല്ലോ. ആ നൽകുന്ന സമയത്തൊന്നും ദോഷം പൊറുക്കപ്പെട്ടുകൊണ്ടും നരകത്തിൽ നിന്ന് മോചനം ലഭിച്ചുകൊണ്ടും അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ആ പുണ്യങ്ങളുടെ ഓഫറുകൾ ലഭ്യമാകുന്നതിൽ നിന്ന് തടയപ്പെടുന്ന ചില കാറ്റഗറികളെ ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. ആ പഠിപ്പിച്ച അപകടകാരികളായ ഭാഗ്യം കെട്ട കാറ്റഗറിയിൽ ഒരു കാറ്റഗറിയായി ആക്കുൽ വാലിദൈൻ, മാതാപിതാക്കൾ ഇടങ്ങേറാക്കുന്നവരെ ബഹുമാനപ്പെട്ട ഹദീസുകളിൽ എണ്ണിയിട്ടുണ്ട് എന്നത് ഗൗരവത്തിൽ തന്നെ നമ്മൾ ചിന്തിക്കേണ്ട കാര്യമാണ്. അപ്പൊ മാതാപിതാക്കൾക്ക് ഗുണം ചെയ്യണമെന്ന് പറയുന്നത് ഈ വിഷയത്തിൽ പ്രത്യേകമായിട്ട് നമ്മൾ ഉൾക്കൊള്ളേണ്ടതാണ്. ഏതായാലും ആ ഉമ്മാക്കും ബാപ്പാക്കും ഖിദ്മത്തെടുത്തതിന്റെ പേരിൽ ആ വാപ്പ കാട്ടിൽ നിക്ഷേപിച്ചു പോയ ആ ഒരു പശുവിനെ കൊണ്ട് ഒരു കുട്ടിയുടെ ജീവിതകാലം മുഴുവനും ബാപ്പാന്റെ അനുകൂലമായ പ്രാർത്ഥനയുടെ ബലത്തിൽ നന്നായി തീരാൻ സാധിക്കുന്ന അവസരമുണ്ടാകാൻ കൂടി ഈ പശുവിനെ കുറിച്ചുള്ള ഇസ്രയേലികളുടെ ക്ലാരിഫിക്കേഷന് വേണ്ടിയുള്ള ചോദ്യങ്ങൾ കാരണമായി എന്നത് കൂടി ഇവിടെ പണ്ഡിതന്മാർ വിശദീകരിക്കുന്നുണ്ട്. ഇനി പിന്നെ മറ്റൊരു കാര്യം, പിന്നെ ഖുർആൻ പറഞ്ഞല്ലോ അവർക്കത് ചെയ്യാൻ സാധിക്കുമായിരുന്നില്ല എന്ന് പറഞ്ഞില്ല അല്ലാഹു സുബ്ഹാനഹു വ തആല. പിന്നെ വമാ കാദു യഫ്അലൂൻ, അതവർക്ക് പ്രാവർത്തികമാക്കാൻ സാധിക്കുമായിരുന്നില്ല എന്ന് പറഞ്ഞതിനെ കുറിച്ച് പണ്ഡിതന്മാരുടെ ഇടയിൽ തർക്കമുണ്ട്. എന്താ പറഞ്ഞതിന്റെ അർത്ഥം? ഇഖ്തലഫു ഫി സബബില്ലദീ ലിഅജ്ലിഹി മാ കാദു യദ്ബഹൂൻ, പശുവിനെ അറുക്കാൻ അവർക്ക് സാധിക്കുമായിരുന്നില്ല എന്ന് പറയാനുള്ള കാരണം എന്താ? ഫാൻ ബഅലിഹിം, ചിലർ പറഞ്ഞു ലിഅജ്ലി ഖലായി സമനിഹ, അതിന്റെ വില ഓവറായതുകൊണ്ട് ഇത്ര വലിയ വില കൊടുത്തിട്ട് വാങ്ങാൻ അവർക്ക് സാധിക്കൂലായിരുന്നു, അതുകൊണ്ട് അവരെ ചെയ്യാൻ സാധ്യതയില്ലായിരുന്നു. വഅന്നാഖരീന, വേറെ ചിലർ പറഞ്ഞു അന്നഹും ഖാഫു ശുഹറത വൽ ഫളീഹ, അവരെ ചെയ്യൂലായിരുന്നു. എന്തുകൊണ്ട്? വില കൊടുക്കാൻ കഴിയാത്തോണ്ടല്ല, മറിച്ച് ഇത് വില കൊടുത്ത് വാങ്ങിയിട്ട് ഈ പശുവിനെ അറുത്തിട്ട് നമ്മൾ ഇതിന്റെ എല്ലുകൊണ്ട് ആരടിച്ചാൽ, ഈ പശുവിനെ അടിച്ചാൽ എന്ത് ചെയ്യുമല്ലോ, മരിച്ചുപോയ കൊലയാളി ആരാന്ന് പറയുമല്ലോ, അപ്പൊ അത് വഷളാവുമല്ലോ എന്ന് പേടിച്ചുകൊണ്ട് അവർ ചെയ്യാതിരിക്കുമായിരുന്നു. പക്ഷേ അവർ ഇൻഷാ അല്ലാഹ് പറഞ്ഞപ്പോൾ അത് ചെയ്യാനുള്ള അവസരം, കൊലയാളിയെ തിരിയാനുള്ള അവസരം, എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കാനുള്ള അവസരം അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്കുണ്ടാക്കി കൊടുക്കുകയായിരുന്നു എന്നതാണ് ഇതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതോടുകൂടെ തന്നെ നിരപരാധികൾ ക്രൂശിക്കപ്പെടുന്ന അവസ്ഥകളിൽ നിന്ന് എല്ലാവർക്കും രക്ഷപ്പെടാനുള്ള സന്ദർഭവും, അതേപോലെ തന്നെ തെറ്റു ചെയ്തവർ എപ്പോഴായാലും ശിക്ഷിക്കപ്പെടും. നിയമത്തിന്റെ വഴിക്ക് വർത്താനത്തിൽ മാത്രം ഉണ്ടാകുന്ന കണ്ടീഷൻ അല്ല, പടച്ചോന്റെ നീതിയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല എന്താക്കും, അത് തെറ്റ് ചെയ്തവൻ അവൻ ശിക്ഷിക്കപ്പെടും. ഉപ്പ് തിന്നോ വെള്ളം കുടിക്കും. ഇപ്പൊ അടുത്ത കാലത്തൊക്കെ നമ്മളെ നാട്ടിലൊക്കെ നടക്കുന്ന ചില സ്റ്റേറ്റ്മെന്റുകൾ ഉണ്ടല്ലോ, ആ സ്റ്റേറ്റ്മെന്റുകളുടേതായിട്ടുള്ള സംഗതി അത് പറയണോൽക്ക് ആത്മാർത്ഥം ഉണ്ടോ എന്നുള്ളത് വേറെ കാര്യം. അതേസമയത്ത് അതിൻ്റെതായിട്ടുള്ള ചില ഗുണങ്ങൾ ഇത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല ഓരോ സംഗതികളും നന്മയായാലും തിന്മയായാലും അത് പുറത്തു കൊണ്ടുവരാൻ റബ്ബ് ഖലാ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് പുറത്തു വന്നിരിക്കും. ഇവിടെ ഇമാം ഹാദിർ റളിയല്ലാഹു അൻഹു പറയുന്നത് കാണാം, തദുല്ലുൽ ആയത്തു, ഈ ആയത്ത് തെളിയിക്കുന്നുണ്ട്, അലാ അന്നമാ യസുറുൽ അബ്ദു മിൻ ഖൈരിൻ ഔ ശർരിൻ വദാമ ദാലിക മിൻഹു, ഒരു മനുഷ്യൻ അവൻ ചെയ്യുന്ന നന്മകൾ അല്ലെങ്കിൽ തിന്മകൾ, ആ നന്മയിൽ അവന് പ്രത്യേകമായ സംതൃപ്തി ഉണ്ട്, അല്ലെങ്കിൽ തിന്മകൾ ചെയ്യുന്നു, തെറ്റിൽ നിന്ന് തെറ്റിലേക്ക് സഞ്ചരിക്കുന്നു, അതിലവന് സംതൃപ്തിയിൽ വയ്ക്കുകയും ചെയ്യുന്നു, എന്നിട്ട് അതിലവൻ തുടർന്ന് കണ്ടിന്യൂ ചെയ്തുകൊണ്ട് പോവുകയാണെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഫഇന്നല്ലാഹ സയുദ്ഹിറുഹു, ഇപ്പോഴല്ലെങ്കിലും അല്ലാഹു തആല അത് വെളിയിൽ കൊണ്ടുവരിക തന്നെ ചെയ്യും. അല്ലേ? പല നാൾ കള്ളൻ ഒരു നാൾ പിടിയിൽ എന്ന് പറയാറില്ലേ? അതുകൊണ്ട് തന്നെ കാല സല്ലല്ലാഹു അലൈഹി വസല്ലം നബി തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ഇന്ന അബ്ദൻ, ഒരു അടിമ, ലൗ അതാ അല്ലാഹു മിൻ വറാഇ 70 ഹിജാബ, 70 മറകൾക്കപ്പുറത്ത് നിന്ന് അല്ലാഹുവിനെ ഇബാദത്ത് എടുത്താൽ ലഅൽഹറ അല്ലാഹു ദാലിക, ആ ഇബാദത്തിനെ, അദ്ദേഹത്തിന്റെ ആ സൽപ്രവർത്തനത്തെ അല്ലാഹു വെളിച്ചത്ത് കൊണ്ടുവരും, അലാ അൽസിനത്തിൻ നാസി, ജനങ്ങളുടെ നാവിലൂടെ, വകദാലിക്കൽ മഅസിയ, തെറ്റും അതേപോലെ തന്നെയാണ്. നമ്മൾ ശരിക്കും ചിന്തിക്കേണ്ട ഒരു സംഗതിയാ. സ്വകാര്യമായി നമ്മൾ ഒരിക്കലും തന്നെ റിയാ എന്ന് പറഞ്ഞ രോഗം അതൊരു മുസ്ലിമായ മനുഷ്യന് ഉണ്ടാകാൻ പാടില്ല. കാരണം എന്താ? അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് ഇഖ്ലാസോടുകൂടെ ഖിദ്മത്തെടുത്താൽ, അല്ലാഹു പറഞ്ഞതനുസരിച്ച് ഇഖ്ലാസോടുകൂടെ ജീവിച്ചാൽ, ആ ജീവിച്ചിരിക്കുന്ന മനുഷ്യന്റെ നന്മയെ അല്ലാഹു സുബ്ഹാനഹു വ തആല എന്ത് ചെയ്യും? അവൻ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ ജനങ്ങളുടെ നാവിലൂടെ അത് പുറത്തു കൊണ്ടുവരും. അത് പുറത്തു കൊണ്ടുവരാൻ ഇവൻ എന്ത് ചെയ്യേണ്ട കാര്യമല്ല, അത് ജനങ്ങളൊന്ന് പറയട്ടെ എന്ന് ആഗ്രഹിക്കേണ്ട കാര്യമല്ല.
70 മറകൾക്കപ്പുറത്തുനിന്ന് വളരെ സ്വകാര്യമായി അവൻ ഇബാദത്തെടുത്താലും ജനങ്ങളുടെ നാവിലൂടെ അല്ലാഹു തആല അത് വെളിച്ചത്ത് കൊണ്ടുവരും. വകദാലിക്കൽ മാസിയ, തെറ്റും ഇങ്ങനെ തന്നെയാണ്. വളരെ രഹസ്യമായി, അതിരഹസ്യമായിട്ട് ഒരു മനുഷ്യന്റെയും ശ്രദ്ധയിൽപ്പെടാതെ സ്വകാര്യമായി തെറ്റു ചെയ്താലും അത് വെളിച്ചത്ത് കൊണ്ടുവരിക എന്ന സംഗതി അല്ലാഹു സുബ്ഹാനഹു വ തആല ചിലപ്പോൾ നടത്തും. അതുകൊണ്ട് തന്നെ ഇസ്രായേലികളോട് പറഞ്ഞ സംഗതി നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഉണ്ടാകണം. സ്വകാര്യ നിമിഷങ്ങളിൽ എന്ത് വൃത്തികേടും ചെയ്യുന്ന ആളുകളെ നമുക്ക് കാണാൻ സാധിക്കും, അല്ലെ? ഏത് രംഗത്തും അതിക്രമങ്ങൾ കാണിക്കുന്നവർ. ഒരു സ്വാധീനം ഒരു വിഷയത്തിൽ ഉണ്ടായാൽ ആ സ്വാധീനം ഉപയോഗിച്ച് ഇപ്പൊ ഈ ഓൺലൈനിലൊക്കെ തന്നെ എത്ര മനുഷ്യന്മാരുണ്ട് വേറെ ആളുകളുടെ ഐഡികൾ അപഹരിച്ച്, അതേപോലെ തന്നെ വേറെ പേരുകൾ സ്വീകരിച്ച് മറ്റാരൊക്കെയാണെന്ന് തോന്നിപ്പിച്ച് വെറുതെ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഈ ഫേസ്ബുക്കിലും മറ്റുമൊക്കെ കുഴപ്പമുണ്ടാക്കാൻ വേണ്ടിയിട്ട് നടക്കുന്ന ആൾക്കാർ. ഇവന്റെ ധാരണ എന്താ? ഞാൻ ID ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് ഒരു പെണ്ണിന്റെ പേരിലാണ്, അല്ലെങ്കിൽ ഒരിക്കലും ഞാനാണെന്ന് സംശയിക്കാത്ത ഏതെങ്കിലും ആളുകളുടെ പേരിലാണ്. അങ്ങനെ പലതും പലയിടത്തും നടക്കാറുണ്ട്. അങ്ങനെ നടത്തുന്ന സ്വകാര്യമായി അവനവന്റെ റൂമിലിരുന്ന് ഇത്തരത്തിലുള്ള ചീറ്റിങ്ങുകൾ നടത്തുന്നവരൊക്കെ ആലോചിക്കണം. പല നാൾ കള്ളൻ ഒരു നാൾ പിടിയിൽ, ഒരു നാൾ പിടിക്കപ്പെടും. ഇപ്പൊ പ്രത്യേകിച്ച് പിടിക്കപ്പെടാനുള്ള ഞാൻ മനസ്സിലാക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ സൂചിപ്പിക്കാണ്. നമ്മുടെ IP അഡ്രസ് അവർക്ക് പിടികൂടാനും അതേപോലെ തന്നെ കുറ്റം ചെയ്യുന്ന ആളുകളുടെ നിജസ്ഥിതി ജനങ്ങളുടെ മുന്നിൽ കൊണ്ടുവരാനൊക്കെ ഉള്ള വമ്പിച്ച സംവിധാനവും സൗകര്യമൊക്കെ ഉണ്ട്. ഒരൈഡിയിൽ ഇരുന്നുകൊണ്ട് നമ്മളൊരു വൃത്തികേട് ആളുകൾക്കിടയിൽ പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇപ്പൊ ഫേസ്ബുക്കിലൊക്കെ തന്നെ അത്തരത്തിലുള്ള ഒരുപാട് കാര്യങ്ങൾ നടക്കുന്നുണ്ട് നമുക്ക് കാണാൻ സാധിക്കും. സുന്നിയുടെ പേര് വെച്ചിട്ട് ഏതെങ്കിലുമൊക്കെ സംഘടനയുടെ പേര് വെച്ചിട്ട് വഹാബികൾ വരിക. എന്നിട്ട് ആ വഹാബി സുന്നികളുടെ ഇടയിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങളെ വെറുതെ വളരെ വൾഗറായ വിധത്തിൽ ജനങ്ങളുടെ മുന്നിൽ എത്തിക്കാൻ വേണ്ടി ശ്രമിക്കുക. അതേപോലെ തന്നെ സുന്നികൾക്കിടയിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളിൽ ഊതി വീർപ്പിച്ച് ശൈഥില്യം സജീവമാക്കാൻ ആവശ്യമായിട്ടുള്ള ചില പ്രവർത്തനങ്ങൾ നടത്തുന്ന ആളുകൾ അതിനുവേണ്ടി രണ്ടു ഭാഗത്തെക്കുറിച്ചും ഇല്ലാ കഥകൾ പറഞ്ഞു പ്രചരിപ്പിച്ചുകൊണ്ട് അബ്രപാളികൾക്ക് അപ്പുറത്തിരുന്നു കൊണ്ട് കഥകൾ മെനഞ്ഞ് സമൂഹത്തിന്റെ മുന്നിൽ ആളുകളെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് തെറ്റുകാരാക്കി തീർക്കാനുള്ള ശ്രമങ്ങൾ നടത്തുന്നവർ അവരൊക്കെ ആലോചിക്കണം. ഇന്നല്ലെങ്കിൽ നാളെ അവരൊക്കെ പിടിക്കപ്പെടും. അതുകൊണ്ട് നമ്മൾ ചിന്തിക്കണം. ഇന്നാബിദല്ലു അതാ അല്ലാഹ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വാക്കാണ്. ഒരടിമ അവൻ അല്ലാഹുവിനെ അനുസരിച്ചു മിൻ വറാഇ സബഈന ഹിജാബ, 70 മറകൾക്ക് അപ്പുറത്ത് നിന്ന് അല്ലാഹുവിനെ അനുസരിച്ചാൽ ലഅൽഹറ അല്ലാഹു ദാലിക, ആ മനുഷ്യന്റെ നന്മയെ അല്ലാഹു വെളിവാക്കും അലാ അൽസിറത്തിന്നാസ്, ജനങ്ങളുടെ നാവിലൂടെ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഇമാം റാസി റളിയല്ലാഹു അൻഹു രേഖപ്പെടുത്തുന്നു വകദാലിക്കൽ മാസിയ, അതേപോലെ തന്നെയാണ് തെറ്റും. അപ്പോ തെറ്റുകൾ നമ്മൾ എത്ര സ്വകാര്യമായി ഒരാളും അറിയില്ലെന്ന് വിചാരിച്ചാലും അതൊക്കെ നമ്മുടെ ധാരണ മാത്രമാണ്. ആ തെറ്റുകൾ കണ്ടുപിടിക്കപ്പെടാവുന്ന സംവിധാനങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അത് വ്യക്തമായി ഇവിടെ ഉണ്ടാക്കുമെന്നത് ഇതിൽ നിന്ന് നമ്മൾ പഠിക്കേണ്ട പാഠമാണ്. വറുവിയ, റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്, അന്നല്ലാഹ തആല ഔഹാ ഇലാ മൂസ, മൂസ അലൈഹിസ്സലാമിലേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല വഹി നൽകി. ഖുല്ലി ബനി ഇസ്രായീൽ, ഇസ്രായേലികളോട് മൂസാ നബിയെ നിങ്ങൾ പറയണം, യുഖ്ഫൂന ലി അഅമാലഹും, അവർ എനിക്ക് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളെ എന്ത് ചെയ്യണം? അവർ വളരെ ഗോപ്യമാക്കി, ആരും കാണാത്ത വിധത്തിൽ ഒരാളുടെയും ശ്രദ്ധ പതിയണമെന്ന് ചിന്തിക്കാതെ വളരെ രഹസ്യമായി അവർ ചെയ്യട്ടെ. വഅലയ്യ അന്നുൽഹിറഹാലഹും, അവർക്ക് വേണ്ടി അത് മറ്റുള്ളവരിലൂടെ വെളിച്ചത്ത് കൊണ്ടുവരിക എന്നത് ആ പണി ഞാൻ എടുത്തോളും. അപ്പോ എന്റെ പ്രവർത്തനങ്ങൾ മറ്റുള്ളവർ കാണണമെന്നോ അവരുടെ ഗുഡ് സർട്ടിഫിക്കറ്റ് കിട്ടണമെന്നോ ഞാൻ ആഗ്രഹിക്കരുത്. ഞാൻ പഠിച്ചവന്റെ പൊരുത്തത്തിന് വേണ്ടി എന്ന നിലക്ക് മാത്രം പ്രവർത്തിച്ചാൽ എന്റെ പ്രവർത്തനത്തിലുള്ള അംഗീകാരം ജനതയുടെ മനസ്സിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല കൊടുക്കും. ഇതാണ് റിയായിൽ നിന്ന് മനുഷ്യന് മാറാനുള്ള ഏറ്റവും നല്ലൊരു ചികിത്സയാണിതെന്ന് കൂടി ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഏതായാലും ഈ വിഷയത്തിൽ പശുവിനെ അങ്ങനെ അവരറുത്തു. ആ പശുവിനെ അറുത്തിട്ട് അതിന്റെ ഒരു ഭാഗം എടുത്തുകൊണ്ട് ഈ മരിച്ചു കിടക്കുന്ന മനുഷ്യനെ അടിച്ചപ്പോൾ അയാൾ ജനിക്കുകയും എന്നെ കൊന്നത് ഇന്ന ആളാണ്, എന്റെ കൂടെ നിന്ന എന്റെ കുടുംബക്കാരൻ തന്നെയാണ് എന്ന് പറയുകയും ചെയ്തു. ഉടനെ അയാൾ വീണ്ടും മരിച്ചു. ഈ സംഭവം വിശദീകരിക്കുന്നിടത്ത് ഇമാം റാസി റളിയല്ലാഹു അൻഹു പറയുന്നു, ഇവിടെ ഒരു ചോദ്യമുണ്ട്. മൽ ഫായിദത്തു ഫീ ദർബിൽ മഖ്തൂലി ബി ബഅലിൽ ബഖറത്തി മാ അന്നല്ലാഹു തആല ഖാദിറുൻ അലാ യുഹ്യിഹു ഇബ്തിദാഅൻ. എന്തിനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ പശുവിന്റെ ഒരു ഭാഗം കൊണ്ട് അടിച്ചിട്ട് അയാളെ ജീവിപ്പിച്ചത്? അല്ലാതെ തന്നെ ജീവിപ്പിക്കാൻ അള്ളാഹുവിന് സാധിക്കുമല്ലോ. പിന്നെന്തിനാണ് ഇങ്ങനെ ഒരു പശുവിന്റെ ഒരു ഭാഗം കൊണ്ട് അടിക്കാൻ വേണ്ടി അള്ളാഹു പറഞ്ഞത്?
അതിന്റെ മറുപടി അൽ ഫായിദത്തു ഫീഹി ലിതകൂനൽ ഹുജ്ജ ഔകദ വഅനിൽ ഹീലത്തി അബ്അദ. തെളിവ് കൂടുതൽ ശക്തമാകാനും തന്ത്രങ്ങളിൽ നിന്ന് 100% ദൂരത്താവാനും വേണ്ടിയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങനെ ഒരു സംഗതി ചെയ്തത്. കാരണം എന്താ? ഫഖദ് കാന യജൂസു ലിമുൽഹിദിൻ അയ്യൂഹിമ അന്ന മൂസ അലൈഹിസ്സലാം ഇന്നമാ അഹ്യാഹു ബിദർബിൻ മിനസ് സിഹ്രി വൽ ഹീല. ഇവിടെ ഒരുത്തൻ ഒരു നിഷേധിക്ക് വേണമെങ്കിൽ എന്ത് പറയാം അല്ലേ? കരള് പറിച്ചു കൊടുത്താൽ അത് ചെമ്പരത്തി പോവാന്ന് പറയുന്ന സ്വഭാവം സ്വീകരിക്കണ മനുഷ്യന്മാരുണ്ടാവുമല്ലോ. എത്ര എന്നെ കണ്ടാലും പഠിക്കാത്ത ആൾക്കാര്. ഇപ്പൊ ഇന്നലെയൊക്കെ നമ്മൾ അതിൻ്റെതായിട്ടുള്ള ചില സംഗതികളൊക്കെ അവിടെ ഇവിടെയൊക്കെ കണ്ടില്ലേ? അപ്പൊ എത്ര കണ്ടാലും മനസ്സിലാകാത്ത, പഠിക്കാത്ത, പിന്നെ അത് ഉൾക്കൊള്ളാത്ത ആൾക്കാരുണ്ടാവും. അപ്പൊ അങ്ങനെയുള്ള ഏതെങ്കിലുമൊക്കെ ഒരു ശക്തനായ നിഷേധി അവര് പറയാമല്ലോ എന്ത്? അന്ന മൂസ അലൈഹിസ്സലാം, മൂസാ നബി അലൈഹിസ്സലാം ഇന്നമാ അഹ്യാഹു ബിദർബിൻ മിനസ് സിഹ്രി വൽ ഹീല. അതൊരു തരം ജാലവിദ്യയിലൂടെ മൂസാ നബി എന്ത് ചെയ്തതാണ്? ഇയാളെ ജീവിപ്പിച്ചതാണ്. അതുകൊണ്ട് അതിൽ വലിയ തെളിവൊന്നുമില്ല, അത് ജാലവിദ്യയാണ്, കൺകെട്ടാണ്. കാരണം മൂസാ നബി അലൈഹി സ്വലാം ഒരുപാട് അത്ഭുതങ്ങൾ കാണിച്ചിട്ടുണ്ടല്ലോ. അതുകൊണ്ട് ഇത് വിശ്വസിക്കാൻ പറ്റൂല എന്നെന്താക്കാലോ അയാൾക്ക് പറയാം. ഫഇന്നഹു, കാരണം ഇദാ ഹയ്യ ഇൻദമാ യുദ്റബു ബിഖിത്അത്തിൻ മിനൽ ബഖറ, പശുവിന്റെ ഒരു ഭാഗം എടുത്തുകൊണ്ട് അടിക്കപ്പെടുന്ന സമയത്ത് അയാൾ ജനിക്കുമ്പോൾ ഇന്ദഫത്തി ശുബ്ഹത്തു, ആ സംശയം നീങ്ങിപ്പോകും. ഫി അന്നഹു ലം യുഹയ്യ ബിശൈഇൻ ഇൻതഖല ഇലൈഹി മിനൽ ജിസ്മില്ലദി ളുരിബ ബിഹി. മനസ്സിലായില്ലേ? അവിടെ ഇയാൾ ജീവിക്കുന്നത് ഒരിക്കലും തന്നെ എന്തുകൊണ്ടല്ല, ഈ അടിക്കപ്പെട്ട സാധനത്തിൽ നിന്ന് ഇവന്റെ ശരീരത്തിലേക്ക് പാസ് ചെയ്ത എന്തെങ്കിലും സാധനം കൊണ്ടല്ല, മറിച്ച് അവര് ചെയ്ത പ്രവർത്തനം കൊണ്ടാണ്. മൂസാ നബി അലൈഹി ഇസ്ലാമിന് ഇതിൽ എന്തില്ല, ഒരു പ്രത്യേകമായിട്ടുള്ള റോൾ ഉണ്ടായിട്ടില്ല എന്നവർക്ക് അനുഭവത്തിൽ മനസ്സിലാകുമ്പോ ഒരു കാര്യം കൂടെ മനസ്സിലാക്കാൻ സാധിക്കും. നബിമാരെന്തെങ്കിലും ഒരു സംഗതി പറയണത് അത് അള്ളാഹുവിന്റെ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ്, അല്ലാതെ ആളുകൾ വിചാരിക്കുന്നത് പോലെ ഇവര് ഒത്തെങ്കി ഒക്കട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് പറയണ കൂട്ടത്തിലല്ല എന്നുകൂടി മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ ബഹുമാനപ്പെട്ട മൂസാ നബി അലൈഹി ഇസ്ലാമിനോട് പശുവിനെ അറുക്കാൻ വേണ്ടി അള്ളാഹു തആല നിർദ്ദേശിച്ചു. അങ്ങനെ പശുവിനെ ജനങ്ങൾ അറുത്തു. അവരെന്നെ ആ കൂട്ടത്തിൽ നിന്ന് എന്ത് ചെയ്തു? അതിന്റെ ഒരു എല്ലെടുത്തിട്ട് ഈ മരിച്ച ആളെ അടിച്ചു. അപ്പൊ അയാളാണ് ജീവിച്ചാൽ ഇതൊരിക്കലും തന്നെ എന്തല്ല, മൂസാ നബി അലൈഹി ഇസ്ലാമിന്റെ സിഹിറിന്റെ ഭാഗമല്ലെന്നും ഈ പശുവിന്റെ ശരീരത്തിന്റെ ഒരു ഭാഗം ഇയാളുടെ ശരീരത്തിൽ ടച്ച് ചെയ്തപ്പോൾ അല്ലാഹു തആല ഉണ്ടാക്കിയ ഒരു സംഗതിയാണെന്ന് ഇനി നിഷേധിക്കാൻ പറ്റാത്ത വിധം ആളുകൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതിനാണത്. അതോടൊപ്പം വായിലൻ ഫതഖ്ദീമുൽ ഖുർബാനി മിമ്മാ യഅലുമു അംറുൽ ഖുർബാൻ, പിന്നെ ഈ ഒരു പശുവിനെ അറുത്ത് ധർമ്മം ചെയ്യാന്ന് പറയുമ്പോൾ അതൊരു പുണ്യാണ്. ഒരു വിഷയം നടക്കാൻ വേണ്ടി ഒരു പുണ്യം ആദ്യം ചെയ്തു വെച്ചിട്ട് ആ വിഷയത്തിന് വേണ്ടി ആഗ്രഹിക്കുക എന്ന് പറയുന്നത് കൂടുതൽ ഫലപ്രദമാണ് എന്നുകൂടി ഇതെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അതിനു വേണ്ടിയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പശുവിനെ അറുക്കാൻ പറഞ്ഞത്. അല്ലാതെ തന്നെ എന്ത് ചെയ്യായിരുന്നു? അയാളെ ജീവിപ്പിച്ചിട്ട് ഞാൻ ഇന്നയാളാണ് കൊന്നത് എന്ന് എന്താക്കാമായിരുന്നു, പറയാമായിരുന്നു എന്നാണ് ബഹുമാനപ്പെട്ട ഇമാം റാസി റളിയല്ലാഹു അൻഹു ഇവിടെ രേഖപ്പെടുത്തുന്നത്. ഏതായാലും ആ മയ്യത്തിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരിക്കൽ കൂടി ജീവിപ്പിച്ചത് ഏറ്റവും പ്രധാനമായിട്ട് കുറെ കാര്യങ്ങൾ അതിൽ നിന്ന് പഠിക്കാനാണ്. ഒന്ന്, മരിച്ചുപോയവരെ ജീവിപ്പിക്കുക എന്നത് അള്ളാഹുവിനൊരു പ്രയാസമുള്ള സംഗതിയല്ല. അങ്ങനെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ആയത്തിന്റെ അവസാനത്തിൽ പറഞ്ഞത് അല്ലെ? അല്ലാഹു സുബ്ഹാനഹു വ തആല ഇങ്ങനെയാണ് മരിച്ചവരെ എന്ത് ചെയ്യുന്നത്? ജീവിപ്പിക്കുന്നത്. മരിച്ചു മണ്ണായതിനു ശേഷം വീണ്ടും ജനിപ്പിക്കുക എന്നുള്ളത് എങ്ങനെ നടക്കും എന്ന് ചിലർ ചിന്തിക്കുന്നുവെങ്കിൽ അവർക്ക് ഒരനുഭവ പാഠവും കൂടെയാണ്. മരിച്ചതിന് ശേഷം വീണ്ടും പുനർജനിപ്പിക്കൽ എന്നത് അള്ളാഹുവിന് പ്രയാസമുള്ള കാര്യമല്ല. ഒരു കാര്യവും കൂടെ ഇവിടെ ഇമാം റാസി റളിയല്ലാഹു അൻഹു രേഖപ്പെടുത്തുന്നു. വയുരീക്കും ആയാത്തിഹി, അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളെ നിങ്ങൾക്ക് കാണിച്ചു തരാനുമാണ് ഇത് ചെയ്യാൻ പറഞ്ഞതെന്നാണല്ലോ അള്ളാഹു തആല പറഞ്ഞത്. ഇവിടെ വാസ്തവത്തിൽ മരിച്ച ആളെ ഇയാളുടെ ശരീരം കൊണ്ട് എന്ത് ചെയ്തു? പശുവിന്റെ ശരീരത്തിന്റെ ഒരു ഭാഗം കൊണ്ട് മരിച്ചയാളെ അടിച്ചു, അയാൾ ജനിച്ചു. ആ ഒരു അത്ഭുതമുള്ളൂ ഇവിടെ. പിന്നെന്താ അവിടെ ആയാത്ത്, ദൃഷ്ടാന്തങ്ങൾ എന്ന് ബഹുവചനാക്കിയിട്ട് എന്ത് ചെയ്തത്? പറഞ്ഞിട്ടുള്ളത് എന്ന് എന്ത് ചെയ്തു? ഒരാൾക്ക് ചോദിക്കാം. അങ്ങനെ ചോദിച്ചാൽ ബഹുമാനപ്പെട്ട ഇമാം റാസി റളിയല്ലാഹു അൻഹു പറയാണ് ഇവിടെ ഫലി ഖായിലിൻ യഖൂല, ഒരാൾക്ക് ചോദിക്കാം ഇന്ന ദാലിക കാന ആയത്തൻ വാഹിദ, ഇത് ഒറ്റ ദൃഷ്ടാന്താണല്ലോ, ഒരു തെളിവാണല്ലോ.
ഫലിമ സുമ്മിയത്ത് ബിൽ ആയാത്തി, പിന്നെന്തിനാണ് ദൃഷ്ടാന്തങ്ങൾ എന്ന് ബഹുവചനാക്കി പറഞ്ഞത്? വൽ ജവാബു, എന്റെ മറുപടി അന്നഹാ തദുല്ലു അലാ വുജൂദി സാനിഇൽ ഖാദിരി അലാ കുല്ലിൽ മഖ്ദൂറാത്തി, വിചാരിച്ചതൊക്കെ നടപ്പാക്കാൻ സാധിക്കുന്ന ഒരു സൃഷ്ടാവിന്റെ മേലിൽ ഇത് അറിയിക്കുന്നുണ്ട്. ഒന്നാമതന്നെ അൽ ആലിമു ബി കുല്ലിൽ മഅലൂമാത്തി, എല്ലാ സംഗതികളും അറിയുന്ന ആ സൃഷ്ടാവ്. അതേപോലെ തന്നെ അൽ മുഖ്താറു ഫിൽ ഈജാദി വൽ ഇബ്ദാഇ, നേരത്തെ ഒന്ന് സ്വഭാവം മാറിയിട്ട് അത് വീണ്ടും ഉണ്ടാക്കുക, അതേപോലെ മുൻമാതൃകയില്ലാതെ ആദ്യമേ ഉണ്ടാക്കുക, ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള എല്ലാ സംഗതികൾക്കും പൂർണ്ണമായി സ്വാതന്ത്ര്യമുള്ള ആ സൃഷ്ടാവിന്റെ മേലിൽ ഇത് അറിയിക്കുന്നുണ്ട്. ഒരു തെളിവ് അതാണ്. വയലാ സിദ്ദിഖ് മൂസ അലൈഹി ഇസ്ലാം, മൂസാ നബി അലൈഹി ഇസ്ലാം സത്യസന്ധനാണെന്നുള്ളതിനും ഇതിൽ തെളിവുണ്ട്. വയലാ ബറാഅത്തി സാഹത്യം അല്ലം യകുൻ ഖാതിലൻ, കൊലയാളി അല്ലാത്ത ആളുടെ വീട്ടിന്റെ സമീപത്ത് നിന്ന് ഈ മയ്യത്ത് കിട്ടിയിട്ട് ആളുകൾ പലരും അയാളെ കൊലയാളി എന്ന് വിളിച്ചിരുന്നു. ആ കൊലയാളി ആകുക എന്നുള്ള, നിരപരാധി ക്രൂശിക്കപ്പെടുക എന്നുള്ള സംഗതിയിൽ നിന്ന് അയാൾ രക്ഷപ്പെട്ടു. മൂന്നാമത്തെ സംഗതി അതാണ്. തിൽക്കത്തുഹുമത്തി അലാമൻ ബാശറദാലിക്കൽ ഖത്ല, ഈ കൊലക്ക് നേരിട്ട് നേതൃത്വം നൽകിയ ആളിൽ തന്നെ ആ കൊലയാളി എന്നുള്ള കുറ്റം നിശ്ചയമായിട്ടും ചാർത്താനുള്ള അവസരം ഉണ്ടായി. ഫഹിയ, ഇപ്പറഞ്ഞ 4 ഗുണങ്ങൾ ഇതിലുണ്ടായത് വൈകാനത്ത് ആയത്തം വാഹിദത്തൻ, ഒറ്റ പശുവിനെ അറുത്തിട്ട് അടിക്കുക എന്നുള്ളത് കൊണ്ടാണെങ്കിലും ഇല്ലാ അന്നഹാലമ്മാദല്ലത്ത് അലാ ഹാദിഹിൽ മദ്ലൂലാത്തിൽ കസീറ, ഒരുപാട് ആശയങ്ങളുടെ മേലിൽ അത് അറിയിച്ചപ്പോൾ ജറത്ത് മജറല്ല ആയാത്തിൽ കസീറ, ധാരാളം ദൃഷ്ടാന്തങ്ങൾ ഉള്ളതുപോലെയാണ് ഈ ഒറ്റ സംഭവം. ഒന്നും തന്നെ പല ഗുണപാഠങ്ങൾ ഉണ്ടായതുകൊണ്ടാണ് വൈരീക്കും ആയാത്തിഹി അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ എന്ത് ചെയ്തിട്ടുള്ളത്, വിശദീകരിച്ചിട്ടുള്ളത് എന്നാണ് ബഹുമാനപ്പെട്ട ഇമാം റാസി റളിയല്ലാഹു അൻഹു രേഖപ്പെടുത്തുന്നത്. ഇനി ഇൻഷാ അല്ലാഹ് അടുത്ത ആയത്ത് സുമ്മ ഖസത്ത് ഖുലൂബുക്കും 74ാമത്തെ ആയത്ത് നാളെ നമുക്ക് പറയാം എന്ന് വിചാരിക്കുന്നു. അല്ലാഹു തആല തൗഫീഖ് നൽകുമാറാവട്ടെ. ഇൻഷാ അല്ലാഹ് ഉസ്താദുമാരോ അഡ്മിന്മാരോ ഒക്കെ നേരത്തെ കോട്ടൂർ ഉസ്താദിനെ കൂടെ കണ്ടിരുന്നു. അബു ഐമൻ ഉസ്താദിന്റെ ശബ്ദം തീരെ കേൾക്കലില്ല. അദ്ദേഹത്തിന്റെ ഒരു ടെസ്റ്റ് ഇങ്ങനെ കാണുന്നുണ്ട്. അപ്പോ ഇൻഷാ അല്ലാഹ് ഉസ്താദുമാരെ ആരെങ്കിലും ഒക്കെ മൈക്കിലേക്ക് വരണമെന്ന് അറിയിച്ച് എനിക്ക് കുറച്ച് അത്യാവശ്യമുണ്ട്. അപ്പോ പിന്നെ നമ്മുടെ മുഹമ്മദ് അലി മാസ്റ്റർ പടിഞ്ഞാറത്തറയുടെ ഉമ്മാക്ക് തീരെ സുഖമല്ല, നേരത്തെ മെയിലും കണ്ടിരുന്നു. പിന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ഉമ്മാക്കും അതേപോലെ നമ്മുടെ കൂട്ടത്തിലുള്ള രോഗികൾക്കൊക്കെ നമ്മൾ ഉസ്താദ് മൂച്ചിക്കൽ ഇപ്പൊ അദ്ദേഹത്തിന് കുറച്ച് സുഖമുണ്ട് എന്ന് അറിയിച്ചിട്ടുണ്ട്. എന്നാലും ഇനിയും ചില ടെസ്റ്റുകളുടെ ഒക്കെ റിസൾട്ടുകൾ വരാനുണ്ട്. ഒക്കെ വരുന്ന സമയത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒക്കെ റാഹത്താക്കുമാറാവട്ടെ. ആ വിഷമിച്ച് കിടക്കുന്ന ആ മുഹമ്മദ് മാസ്റ്റർ പടിഞ്ഞാറത്തറയുടെ ഉമ്മ അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് ആഫിയത്ത് നൽകുമാറാവട്ടെ. ഖൈറായ ഷിഫ അല്ലാഹു എളുപ്പമാക്കുമാറാവട്ടെ. നമ്മുടെ കൂട്ടത്തിലെ എല്ലാ രോഗികൾക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല ഖൈറായ ഷിഫ നൽകുമാറാവട്ടെ. മരണപ്പെട്ടവരുടെ ഒക്കെ പരലോകം റബ്ബ് സന്തോഷമാക്കുമാറാവട്ടെ. നമ്മുടെ ജോലി സംബന്ധമായി മറ്റൊക്കെ വിഷമിക്കുന്നവർ, നേരത്തെ അബൂഷാക്കിർ സാഹിന്റെ മോന്റെ രേഖാ സംബന്ധമായുള്ള വിഷമം ഉൾപ്പെടെ എല്ലാ വിഷമിക്കുന്ന ആളുകൾക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രത്യേകിച്ച് നിതാഖാത്തുമായി ബന്ധപ്പെടുത്തി പൊതുമാപ്പുമായി ബന്ധപ്പെടുത്തിയുള്ള സൗദി അറേബ്യയിലെ ടൈം തീരാൻ പോവുകയാണ്. ഇനിയും ആയിരക്കണക്കിന് ആളുകളാണ് പുറത്തു നിൽക്കുന്നത്. നാട്ടിലേക്ക് പോകാമെന്ന് വിചാരിച്ചിട്ടും രേഖകൾ റെഡിയാക്കാൻ സാധിക്കാതെ അങ്ങേയറ്റം കണ്ണീര് കുടിക്കുന്ന ഒട്ടനവധി ആളുകളുണ്ട്. അർഹമുറാഹിമായ റബ്ബെ, പിന്നെ അവർക്കൊക്കെ നീ ഖൈറായ അവസ്ഥ നൽകണേ തമ്പുരാനെ. പഠിച്ചവനെ എത്രയും പെട്ടെന്ന് രേഖകളൊക്കെ റെഡിയാക്കി റാഹത്തുള്ള ഒരു അവസ്ഥയിലേക്ക്, സുരക്ഷിതത്വത്തിന്റെ ഒരു സാഹചര്യത്തിലേക്ക് മടങ്ങാൻ നീ അവർക്കൊക്കെ തൗഫീഖ് നൽകണേ തമ്പുരാനെ. ആവശ്യമായ സാവകാശം നൽകാൻ ഭരണാധികാരികൾക്കും നീ തോന്നിപ്പിക്കണേ റഹ്മാനെ. അതുപോലെ തന്നെ നമ്മുടെ സുലൈമാൻ മാഹി അല്ലെ, നമ്മളെ പിന്നെ ഇവിടുത്തെ മദീനയിലുള്ള സുലൈമാൻ എന്ന് പറയുന്ന സുഹൃത്ത്, അദ്ദേഹം വലിയ ഒരു രോഗത്തിനടിമപ്പെട്ട് പിന്നെ വിഷമത്തിലാണ്. റബ്ബെ നീ ഖൈറായ ശിഫ നൽകണേ റഹ്മാനെ. ഹബീബിന്റെ ബർക്കത്തുകൊണ്ട്, ഈ ഇൽമിന്റെ മജ്ലിസിന്റെ ബർക്കത്തുകൊണ്ട്, മഹാന്മാരായ എല്ലാ ആളുകളുടെയും മഹത്വം കൊണ്ട് പഠിച്ചവനെ നീ ബഹുമാനിച്ചവരുടെയും ബഹുമാനിച്ചതിന്റെയും ഹക്ക് ജാഹ് ബർക്കത്തുകൊണ്ട് അദ്ദേഹത്തിന്റെയും ഞങ്ങളുടെ ഈ പരിപാടി ശ്രദ്ധിക്കുന്ന റേഡിയോ ശ്രോതാക്കളടക്കം അതേപോലെ തന്നെ പലരുടെയും മനസ്സിൽ അവരുടെ വേണ്ടപ്പെട്ട പലരുടെയും രോഗത്തിന്റെ വേദനിക്കുന്ന സംഭവങ്ങൾ ഓർമ്മയുണ്ടാകും റഹ്മാനെ. ഞങ്ങളുമായി ബന്ധപ്പെട്ട, ഞങ്ങൾക്ക് ജീവിതത്തിൽ കടപ്പാടുള്ള, ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ പ്രസ്ഥാന ബന്ധുക്കൾ, ഞങ്ങളുടെ ഉസ്താദുമാർ, അതേപോലെ തന്നെ പിന്നെ ഞങ്ങളുടെ കൂട്ടുകുടുംബങ്ങൾ, ബന്ധുമിത്രാദികൾ, അയൽവാസികൾ തുടങ്ങി ജീവിതത്തിന്റെ എല്ലാ മേഖലയിലും നമുക്ക് വേണ്ടപ്പെട്ട എല്ലാവരുടെയും രോഗങ്ങൾക്ക്, പ്രത്യേകിച്ച് ഞങ്ങൾ അനുസ്മരിച്ചവരുടെ രോഗങ്ങൾക്ക് നീ ഖൈറായ ശിഫ നൽകണേ തമ്പുരാനെ. ഞങ്ങളുടെ ഒക്കെ നല്ല ഉദ്ദേശങ്ങളെ സന്തോഷത്തോടെ നീ പൂർത്തിയാക്കി തരണേ റഹ്മാനെ. ജീവിക്കുന്ന കാലത്തോളം നിന്റെ ദീനിന് ഖിദ്മത്തെടുക്കാൻ ഇഖ്ലാസോടുകൂടെ ഞങ്ങൾക്ക് നീ അവസരം നൽകണേ തമ്പുരാനെ. ഞങ്ങളുടെ മജ്ലിസുകളൊക്കെ നീ ബർക്കത്തുള്ളതാക്കണേ തമ്പുരാനെ.
ഞങ്ങളുടെ മജ്ലിസുകൾ സംബന്ധിക്കുന്നവരൊക്കെ നീ അനുഗ്രഹിക്കണേ റഹ്മാനെ. പഠിച്ചോനെ, ഒരുപാട് റേഡിയോ ശ്രോതാക്കൾ ഇങ്ങനെ സന്തോഷങ്ങളിലൊന്നും അവർക്ക് നേരിട്ട് അഭിപ്രായം പറയാൻ സാധിക്കില്ലെങ്കിലും റേഡിയോയിലാണ് ഏറ്റവും കൂടുതൽ SGVയുടെ ഒട്ടനവധി ആളുകൾ റേഡിയോ മാത്രം കേൾക്കുന്ന ആളുകളാണ്. അവരൊക്കെ പലപ്പോഴും നേരിൽ കാണുന്ന സമയത്ത് പറയുന്ന സന്തോഷം, ശരിക്കു പറഞ്ഞാൽ അങ്ങനെയൊക്കെ അവർ സന്തോഷം രേഖപ്പെടുത്തുമ്പോൾ മനസ്സിൽ അല്ലാഹു തആല അവർക്കൊക്കെ വലിയ ബർക്കത്ത് നൽകട്ടെ എന്ന പ്രാർത്ഥന എപ്പോഴും ഉണ്ടാവാറുണ്ട്. റഹ്മാനായ റബ്ബേ, ഞങ്ങൾക്കും അവർക്കും നീ ബർക്കത്ത് നൽകണേ തമ്പുരാനെ. ജീവിതത്തിന്റെ സകല മേഖലയിലും ഞങ്ങളെയൊക്കെ നീ അനുഗ്രഹിക്കണേ റഹ്മാനെ. അവസാനം മരിക്കുന്ന സമയം കലിമത്ത് തൗഹീദ് ചൊല്ലി സ്വർഗം കണ്ട് പുഞ്ചിരിച്ചു മരിക്കാൻ ഭാഗ്യം നൽകണേ റഹ്മാനെ. ഞങ്ങളിൽ നിന്നും മരണം കൊണ്ട് വേർപെട്ടുപോയ മുഴുവൻ ആളുകളുടെയും പരലോകം നീ സന്തോഷമാക്കണേ റഹ്മാനെ. റബ്ബന ആതിന ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിന അദാബന്നാർ. റബ്ബന തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം വഗ്ഫിർ ലനാ വലിവാലിദീനാ വലിജമീഇൽ മുസ്ലിമീൻ توفنا مسلمين والحقنا بالصالحين آمين برحمتك يا أرحم الراحمين. وصلى الله وسلم على سيدنا محمد وآله وصحبه أجمعين والحمد لله رب العالمين. صلى الله على محمد صلى الله عليه وسلم. صلى الله على محمد صلى الله عليه وسلم. اللهم صل على محمد يا رب صل عليه وسلم وسلم على جميع الأنبياء والمرسلين وآلهم وصحبهم وملائكتك الكرام أجمعين وعلينا معهم برحمتك يا أرحم الراحمين والحمد لله رب العالمين. والسلام عليكم ورحمة الله وبركاته. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. നല്ല ക്ലാസ് ആയിരുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല ഉസ്താദിനെ ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകട്ടെ. ഇൻഷാ അല്ലാഹ് അഡ്മിന്മാരും ശബ്ദം കേൾക്കുന്നില്ലേ? ആരും കാത്ത വന്നപ്പോ മൈക്ക് ഫ്രീ ആയി എടുക്കണ്ടല്ലോ എന്ന് വിചാരിച്ച് ഞാൻ എടുത്തതാണ്. ഉസ്താദൊക്കെ ഉണ്ടായിരുന്നു. ആരെങ്കിലൊക്കെ ഉണ്ടെങ്കിൽ മൈക്കിലേക്ക് വന്നു കഴിഞ്ഞാല് ഖൈറായിരുന്നു. ഇനിയിപ്പോ അടുത്ത ലൈവ് ആണോ എന്താണ് എന്നുള്ളത് ശബ്ദം കേൾക്കുന്നുണ്ട് അല്ലേ? മനസ്സിലാവുന്നു. എന്താണെന്ന് വ്യക്തമാകുന്നില്ല. എന്തായാലും ആരെങ്കിലൊക്കെ മൈക്കിലേക്ക് വന്നാൽ ഖൈറായിരുന്നു എന്ന് ഓർമ്മപ്പെടുത്തി ഞാൻ മൈക്ക് വിടാന്. പക്ഷെ ആരെങ്കിലൊക്കെ റൈസ് ഹാൻഡ് ചെയ്ത് തരും. ഇനിയിപ്പോ ശബ്ദം മൈക്ക് ഫ്രീ ആക്കി ഇടണ്ട. ദുആവസിയത്തോടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വർഷം മദിരേ അറിവിൻ മൂന്ന് കാരണങ്ങൾ കൊണ്ട് ലൈലത്തുൽ ഖദറിനേക്കാൾ ശ്രേഷ്ഠത നബി ജനിച്ച രാത്രിക്കാണെന്ന് ഞാൻ മറുപടി പറയും. കണ്ടോ, ധിക്കാരിയായ ഒരു മനുഷ്യൻ, ഖുർആൻ പഠിക്കാത്ത ഒരു മനുഷ്യൻ. ആരാ ഖുർആൻ പഠിക്കാത്ത? അത് ഇമാം ഖസ്തല്ലാനി റളിയല്ലാഹു അൻഹു. പഠിച്ചതാരാ? കന്നൂട്ടേരനായ ഞാൻ. കാരണം എനിക്ക് അന്തം കമ്മി വർത്താനം പറയാം. ഇത് ഏത് ഖുർആനും സുന്നത്തും വിചാരിച്ച മുസ്ലിം സുഹൃത്തുക്കളെ നിങ്ങൾ ഈ സുന്നത്തി ജമാഅത്തിന്റെ തറവാട്ടിൽ നിന്ന് വഹാബിസത്ത് കെടുത്തിയാടി. അത് റെയിൽവേ പാളത്തിൽ തലവെക്കണീന് സമാനാണ്. ചിന്തിച്ചോ. ഇനിയോ സഹോദരങ്ങളെ, വലൗ അന്നഹും യളമു അൻഫുസഹും ജാഊക, തെറ്റ് ചെയ്ത മനുഷ്യന്മാര് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്തു ചെല്ലണമെന്നത് ജീവിതകാലത്തേക്ക് മാത്രമാണെന്നത് വഹാബികളുടെ കണ്ടുപിടുത്തമാണ്. സിറാത്തുൽ മുസ്തഖീമിൽ കടന്നുപോയ മഹാന്മാർ അങ്ങനെ പറഞ്ഞിട്ടില്ല. മറിച്ച് ഇബ്നു കസീർ പറഞ്ഞതെന്താണ്? ഇബ്നു കസീർ പറഞ്ഞത് മരിച്ചുപോയ ശേഷം അള്ളാന്റെ ഹബീബിന്റെ ജാറത്തിങ്ങ പോയ ഉദാഹരണമാണ് തന്റെ കിതാബ് പറയുന്നത്. ഇനി ഒരു ഉദാഹരണം കൂടി ഞാൻ പറഞ്ഞുതരാം. മഹാനായ ശൈഖ് അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിർറുഹുൽ അസീസ്,
ശൈഖ് അബ്ദുൽ ഖാദിർ ജീലാനി റളിയല്ലാഹു അൻഹു ആരാണ്? വഹാബികൾക്ക് ഒരു കാലത്ത് ശ്രീ ശങ്കരാചാര്യനേക്കാളും മോശപ്പെട്ട ആളാണ്. 1980കളിൽ വഹാബികൾ എഴുതി. എന്താണ് വഹാബികൾ എഴുതിയത്? മുഹീദ്ദീൻ